ഒരു 3 സൂപ്പർ ലേഡീസ് ആണ് ആ ഓഫർ അടിച്ചത്. അപ്പൊ അവര് ഇന്ന് നമ്മളോട് ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലേ? ചിലപ്പോ അവരെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മയായിരിക്കും. അപ്പൊ അവരുടെ സ്വപ്നങ്ങളിൽ ചിലപ്പോ ഫിജി കാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റെടുത്ത സമയത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യുമെന്നോ, ഒരു ട്രിപ്പിനായിട്ട് ദുബായിലേക്ക് പോകുമെന്നോ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരുന്ന ആളുകളായിരിക്കും. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ? നമ്മുടെ ബിബിൻഷാ മേഡത്തിന്റെ ആയാലും, സിബി മേഡത്തിന്റെ ആയാലും, സ്നേഹ മേഡത്തിന്റെ ആയാലും ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടതാണല്ലോ. അതിന്റെ ഒരു സന്തോഷം നമ്മളെല്ലാവരും നമ്മൾ കണ്ടറിഞ്ഞ ആളുകളാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ 3 സ്റ്റാർസ് ആണ്. അപ്പൊ അവരിൽ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. 3 പേരും കട്ടയ്ക്ക് നിൽക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരാണ് ഫസ്റ്റ് വരുന്നത്? ബിബിൻഷാ മേഡം ആണോ ഫസ്റ്റ് വരുന്നത്? അപ്പൊ ബിബിൻഷാ മേഡം ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ബിബിൻഷാ മേഡത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ബിബിൻഷാ മേഡം ഞങ്ങളുടെ വാർഡ് മെമ്പർ ആയിരുന്നു. അപ്പൊ ബിബിൻഷാ മേഡം പറയാറുണ്ട് ആ ഒരു ദുബായ് ഓഫർ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അച്ചീവ് ചെയ്യുന്നതിന് മുമ്പേ ബിബിൻഷാ മേഡം പറയാറുണ്ടല്ലേ, വീട്ടിൽ പറയാറുണ്ട് മക്കളെ എവിടെയാക്കണം, മക്കളെ എവിടെയാക്കിയിട്ട് പോകണം, അങ്ങനെ കുറെ പ്ലാനിങ്, പ്രീ പ്ലാനിങ് ആണ്. അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് കുറെ പ്രീ പ്ലാനിങ് നടത്തി. മാത്രമല്ല അതിന്റെ ഒരു പെയിൻ, അത് ഗെയിൻ ചെയ്യാനായിട്ട് ഒരു പെയിൻ, എത്രമാത്രം പെയിൻ അനുഭവിച്ചു എന്നൊക്കെ പല സമയങ്ങളിലും ബിബിൻഷാ മേഡം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ അതെല്ലാം ഒരു എൻജോയ്മെന്റിന്റെ മൂഡിലേക്ക് വന്നേക്കാണ്. അപ്പോ ആ ഒരു സന്തോഷം നമ്മളോട് ഷെയർ ചെയ്യുന്നതിനായിട്ട് ബിബിൻഷാ മേഡത്തെ വളരെ സ്നേഹത്തോടു കൂടി, അതിലുപരി സന്തോഷത്തോടു കൂടി ഞാൻ സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ബിബിൻഷാ മേഡം, വെൽക്കം ടു 7am. താങ്ക് യു ജയ മേഡം. ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ 7am നമുക്ക് ഇവിടുന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ എന്തായാലും സൗമ്യ മേഡത്തിനോട് തന്നെ ആദ്യം നന്ദി പറയാം. കാരണം ഞങ്ങള് ഇന്നലെ പല പ്രാവശ്യം ഒഴിവാക്കി വിട്ട കേസാണ്. കാരണം നമുക്ക് ഈ രാവിലെ ഇവിടെ രാത്രി നമ്മൾ വന്ന് കിടക്കുന്ന സമയത്ത് ഒരു ആദ്യത്തെ ദിവസം വൈകിയായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങള് ചുമ്മാ ഒന്ന് നൈറ്റ് ഒന്ന് കറങ്ങാൻ പോയി. അപ്പോ അതുകൊണ്ട് തന്നെ വൈകി വന്ന് ഇവിടെ കിടന്നു. എനിക്കൊന്നും അറിയില്ലല്ലോ, നിങ്ങൾ ഞങ്ങളെ ഫോട്ടോയൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ അടിച്ച് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി എണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞങ്ങളിങ്ങനെ കണ്ണ് തുറന്നു പിടിച്ചിട്ടാ കിടന്ന്. സമയം ആവോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ എന്തായാലും ഞങ്ങള് ഇന്നിപ്പോ 3ാമത്തെ ഒരു ഡേ ആണ് ഇന്നിപ്പോ ആരംഭിക്കാൻ പോകുന്നത്. നമ്മള് ഇതുവരെയുള്ള യാത്രയെല്ലാം നമുക്ക് അടിപൊളിയായിരുന്നു. നമ്മള് അവിടെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമ്മള് വൈകിട്ട് 7 മണിക്ക് നമ്മൾ തൃശ്ശൂര് നമ്മുടെ ഐക്യു അക്കാഡമിയിൽ നമ്മൾ എത്തിച്ചേർന്നു എല്ലാവരും. അവിടെ നമുക്കൊരു ചെറിയ പ്രൊമോഷനൊക്കെ, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നമ്മളെ വെൽക്കം ചെയ്ത് നമുക്ക് ഒരു ടീഷർട്ട് തന്നുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ഒരു വെൽക്കം ചെയ്തത്, നമ്മുടെ കമ്പനിയുടെ ടീഷർട്ട്. അപ്പോൾ ആ കമ്പനി ടീഷർട്ട് ഞങ്ങളെല്ലാവരും ഇട്ട് അതൊരു ആ ഫോട്ടോ ആക്കി, അത് ഫോട്ടോ എടുത്തും റീൽസ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. അങ്ങനെയാണ് നമ്മൾ അവിടെ ചെറിയ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അവിടെ തന്നെ നമുക്ക് അന്ന് രാത്രിത്തെ ഒരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് അതെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു 11 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇവിടുന്ന് 2 ബസ് നമ്മുടെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പനി. ആ കമ്പനിയിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു. അവിടെ വന്ന എല്ലാ ചെക്കിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഒരു 5 മണി, ഒരു 5:10 ആയപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിൽ കയറിയ നമ്മുടെ സിബി മേഡം അതേപോലെ സ്നേഹ മേഡം ആദ്യത്തെ ഒരു ഇതായിരുന്നു. ഞങ്ങൾക്ക് വേറെ സീറ്റായിരുന്നു കിട്ടിയത്. പക്ഷെ ഞങ്ങള് വേറെ സീറ്റിൽ ഇരുന്നു ആദ്യമെങ്കിലും. പിന്നീട് അവിടുത്തെ ചെക്കിങ് ടിക്കറ്റ് നമ്മളെ ഒരുമിച്ച് ഇരുത്തിയില്ല ആദ്യം. വീണ്ടും ഞങ്ങളുടെ കയ്യിൽ സീറ്റ് നമ്പറൊക്കെ ഞങ്ങളുടെ കയ്യിൽ മറ്റേ ബോഡി പാസ് വാങ്ങി നോക്കി. ഇപ്പോൾ ഞങ്ങളുടെ സീറ്റ് വേറെയാ. അങ്ങനെ ഞങ്ങളെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു സീറ്റിലിരുന്നു. പിന്നെ വേറെ ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാനും ഒരു 2018-ലാണ് ഞാൻ ഫ്ലൈറ്റ് കയറിയേക്കണം. അതിനുശേഷം പിന്നെ കയറുന്നത് നമ്മുടെ ഒരു ദുബായ് ട്രിപ്പിനാണ്.
അപ്പൊ അതുകൊണ്ട് ഫീലിംഗ് എന്ന് പറയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നാലും നമുക്ക് ആ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഉള്ള ഒരു ഇത്, അത് നമ്മുടെ സ്നേഹമ്മയുടെ സിബിമേടത്തിന്റെ കൈമ മുറുകെ പിടിച്ച് അവര് നമ്മുടെ കൈമ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരും ഇരുന്നത്. അവർക്ക് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. അപ്പൊ എന്തായാലും അവരും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഭക്ഷണം എന്ന് പറയാൻ അവിടുത്തെ നമ്മുടെ ഫ്ലൈറ്റിലെ ഒരു സിംഗർ റോളാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ സിബി മാഡം കഴിച്ചേയില്ല. അപ്പോ അവിടുന്ന് തുടങ്ങിയതാണ് സിബി മാഡം നോമ്പെടുക്കാനായിട്ട്. ഫ്ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ നിമിഷം വരെ ആള് വലിയ ഫുഡൊന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ആദ്യം, അത് പറയാം. അപ്പോ അങ്ങനെ അന്ന് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പക്ഷെ സിബി മാഡത്തിന് ചിക്കൻ കഴിക്കാത്തതുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അപ്പൊ ആ സമയത്ത് കയറിയിട്ട് പിന്നെ നമ്മള് ഒരു നമ്മുടെ ഇവിടത്തെ ദുബായിലെ ടൈം, അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യൻ ടൈം 5 മണിക്ക് കയറി ഇവിടെ ദുബായില് ഒരു 7:50 ആയപ്പോ ഞങ്ങള് അബുദാബി എയർപോർട്ടിൽ ഞങ്ങള് വന്നിറങ്ങി. പിന്നീട് അവിടുത്തെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയി. കാരണം നമുക്ക് വേറെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് ബാത്റൂമിൽ കയറിയിട്ട് നമ്മളെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ആണ് ഞങ്ങള് നമ്മുടെ അന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മള് വേറെ ഹോട്ടലിലേക്ക് പോയത് രാത്രിയാണ്. അപ്പൊ അതുവരെ നമ്മുടെ ലഗേജ് എല്ലാം ബസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ അന്നത്തെ ഒരു ഡേ കറങ്ങിയത്. അപ്പൊ അന്ന് എന്താണെങ്കിലും പറയാണെങ്കിൽ ഞങ്ങളൊരു സ്വപ്ന ലോകത്തേക്ക് വന്നൊരു ഫീലിംഗ് ആയിരുന്നു. ദുബായ് എന്നൊക്കെ നമ്മൾ ഞാൻ ഒരു സ്വപ്നമായിരുന്നു. അതേപോലെ തന്നെ വന്നിറങ്ങിയത് ഒരു സ്വപ്ന ലോകത്തേക്കായിരുന്നു. ശരിക്കും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് റേഞ്ച് ഒന്നും ഇല്ല. ഇവിടെ നമ്മുടെ ഹോട്ടലില് അന്നത്തെ ദിവസം നമുക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ ഒന്നിനും നമുക്ക് സാധിക്കാനുണ്ടായില്ല. നമ്മൾ അന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ അവിടുത്തെ വൈഫൈ കിട്ടിയിട്ട് പിന്നെ നമുക്ക് റൂമിലെത്തി രാത്രിയാണ് വൈഫൈ കിട്ടുന്നത്. അപ്പോ ദുബായില് കാണാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ എല്ലാവരും പോകുന്ന സമയത്ത് പറഞ്ഞു ദുബായില് ഇതൊന്നും 2-3 ദിവസം ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, 1 മാസമൊക്കെ നിക്കണമെന്ന്. ശരിക്കും നമ്മുടെ പാക്കേജ് കണ്ടിട്ട് പലരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ ഈ പാക്കേജ് കണ്ടപ്പോ അവര് പറയണത് നിങ്ങളിപ്പോ മൊത്തം കറങ്ങിയല്ലോ എന്ന് പറയണത്. അപ്പൊ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു പാക്കേജാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മുടെ കമ്പനി നമുക്ക് തന്നത്. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു അഭിമാനിക്കാം. നമ്മുടെ കമ്പനി നമുക്ക് അത്രയും നല്ലൊരു പാക്കേജ്, ശരിക്കും അങ്ങനെ ഒരു പാക്കേജ് ഒന്നും ആർക്കും സാധാരണ ഒരു ദുബായ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് കിട്ടാറില്ല. കാരണം നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റീസ്. നമുക്ക് ശരിക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് നാട്ടിലേക്ക് വരാനേ തോന്നണില്ല എന്ന് വേണമെങ്കിൽ പറയാം. മക്കളൊക്കെ കാണാനുണ്ട് എങ്കിലും നമുക്ക് കിട്ടിയ സൗകര്യം എല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റീസ് ആയിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ സിബി മേഡത്തിന്റെ അടുത്ത് പറയാം, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇപ്പൊ തമിഴ്നാടൊക്കെ പോണെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു ദിവസമൊക്കെ രാത്രിയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും നമ്മുടെ നാടെത്താനേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ രാവിലെ എനിക്ക് 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഹോട്ടലിൽ നമ്മൾ റൂമിൽ താമസിക്കണു. അതേപോലെ ഫുഡാണെങ്കിലും ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ബൊഫേ ആണ്. ആ ബൊഫേ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പൊ സമയ മേഡത്തിനൊക്കെ അറിയാം, നമ്മള് ഫോഗ് റിസോർട്ടിൽ ഞങ്ങൾ അതൊക്കെ നമ്മൾ ആസ്വദിച്ചേക്കുന്നതാണെങ്കിൽ പോലും അതെടുത്ത ഫുഡെല്ലാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ ഇന്ത്യൻ ഫുഡ്. പക്ഷെ ഇവിടെ നമുക്ക് അറബിക് ഫുഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ ചില ടേസ്റ്റുകളൊന്നും നമുക്ക് അത്ര പിടിക്കൂല. കാരണം നമ്മള് മലയാളികളായതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്ക് ആ ഒരു അറബിക് ഫുഡ് ഒന്നും എല്ലാം നമുക്ക് ടേസ്റ്റ് പിടിക്കും. പക്ഷെ എന്നാലും കാണുമ്പോൾ നല്ല അടിപൊളിയാ. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വരും. ഞാനത് ഇന്നലെ നമ്മള് ഹിൽട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു ഞങ്ങള് മിനിഞ്ഞാന്ന് തങ്ങിയത്, രാത്രി സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഹിൽട്ടൺ ആ ഹോട്ടലിലായിരുന്നു. അപ്പോ ഇവിടുത്തെ വലിയൊരു ഹോട്ടലാണ് അതും. അപ്പൊ ഞങ്ങൾക്ക് 7 സീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടല്, നിങ്ങൾക്ക് അത് അടിച്ചു നോക്കി അറിയാൻ പറ്റും ഗൂഗിളിൽ 7 സീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഹോട്ടലില് അന്ന് കുറച്ച് റോയൽ ഫാമിലീസ് വന്നുകൊണ്ട് ഒരു ബസ്സുകാർ മാത്രമാണ് ആ ഹോട്ടലിൽ താമസിച്ചത്. ആ റോയൽ ഫാമിലി ചെക്കൗട്ട് ചെയ്യാൻ വൈകിയത് കൊണ്ട് നമുക്ക് കുറച്ച് പേർക്ക്, ഒരു ബസ്സിലുള്ളവർക്ക് നമുക്ക് ആ അവിടെ ആ ഹോട്ടലിൽ അന്ന് താമസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെ ഒരു ബസ്സിലുള്ളവരെ എല്ലാവരെയും ഒരു ഹോട്ടലിൽ, ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങളെ താമസിപ്പിച്ചത്. അപ്പോൾ ആ ഒരു
ഇടക്ക് മെസ്സേജ് ഇടുന്നൊന്നും ഒഴിവാക്കണം കേട്ടോ, കുറച്ച് നേരത്തേക്ക് നമ്മൾ പറഞ്ഞു തന്നെ ആ ഒരു ഇത് ഫ്ലോ അങ്ങോട്ട് പോകും. അപ്പോ അപ്പൊ അങ്ങനെ നമ്മൾ ആ ചെക്കൗട്ട് ചെയ്ത് ആ ഒരു ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതിന്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് അടുത്ത് തന്നെ വരും. അപ്പൊ അങ്ങനെ വെറൈറ്റി എടുത്തു. അപ്പൊ സിബി മേഡം പറയും ഓരോ കോമഡി, ഓരോ സെക്കൻഡിലും സിബി മേഡം കോമഡികൾ പറയും. ഇന്നസെന്റിനെ പോലെ ഓരോ കോമഡി. ഞങ്ങൾക്ക് ഇനി ശരിക്കും പറഞ്ഞ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അത്ര ഒന്നും അങ്ങോട്ട് പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു എന്ന് പറയാം. അപ്പോ ഓരോ ഫുഡും കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ സിബി മേഡത്തിന് ഒന്നും പിടിക്കില്ല. കാരണം ഒക്കെ വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ആള് എല്ലാം മാറ്റി മാറ്റി വയ്ക്കും. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കുറേശ്ശെ എടുക്കും. 2-3 പ്ലേറ്റ്. അപ്പൊ ഈ അറബികളുണ്ടല്ലോ, അവര് വലിയൊരു ട്രേയിലാണ് എല്ലാം കൊണ്ടുവന്ന് എല്ലാ ഐറ്റം ഉണ്ടാവും. അപ്പൊ ആ ഐറ്റം എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പൊ സിബി മേഡം പറയും ഇവര് എത്ര ടൈം എടുത്ത് ഇവര് കഴിച്ചു കഴിയണത്. കാരണം അത്രയും ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ശരിക്കും നമുക്കൊരു വിശപ്പേ അറിഞ്ഞില്ല എന്ന് വേണം പറയാം. ഒരു ദാഹോ വിശപ്പോ ഒന്നും അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിലൊന്ന് കറങ്ങാൻ പോയി നോക്കിയേ, നമ്മള് രാവിലെ പോയി വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ടയേർഡാവും, നല്ല രീതിയിൽ ടയേർഡാവും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫീലേ ഉണ്ടായില്ല. നമുക്ക് ടയേർഡായിന്നേ പറയാൻ ആർക്കും ഇല്ല. കാരണം ആരുടെ മുഖത്തും അതില്ല. വൈകിട്ട് രാത്രി ഞാൻ പറയില്ല, ഇന്നലെ ഞങ്ങൾ രാവിലെ തുടങ്ങി ഞങ്ങൾ വൈകിട്ട് വരെയും കറങ്ങിയിട്ടും രാത്രി ഇന്നലെ എൻ്റെ കസിൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നു, എൻ്റെ അടുത്തേക്ക് വന്ന് അവര് ഞങ്ങളെ കൂട്ടിയിട്ട് പോയി. പക്ഷെ അവര് ഭക്ഷണം വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള വയറില്ല. കാരണം നമുക്ക് കഴിച്ചതൊക്കെ ഇങ്ങനെ നമ്മളൊരു പണി എടുക്കാത്തതുകൊണ്ട് നമുക്ക് വിശപ്പ് അറിയാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായമ ഞങ്ങളത് ഒതുക്കിന്നുള്ളതാണ്. അവര് വാങ്ങിച്ചു തന്നുകൊണ്ട് ഒരു സന്തോഷത്തിന് നമ്മളൊരു ചായയില്, അപ്പൊ ആ ചായ നമ്മുടെ നാട്ടിലെ ചായ പോലെ നല്ലൊരു ചായ കിട്ടുന്ന സ്ഥലത്താണ് ഞങ്ങൾ കൊണ്ടുപോയത്. ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ കുറെ കറക്കി കറങ്ങിയ സ്ഥലം തന്നെയാണ് കേട്ടോ അവര് കറക്കിയത്. കാരണം ദുബായിൽ ഇനി കറങ്ങാൻ ഇനിയിപ്പോ സ്ഥലം എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാം അത്യാവശ്യം എല്ലാ ടൗൺ, പഴയ ദുബായും പുതിയതും എല്ലാം. ഞങ്ങക്ക് കിട്ടിയ ഗൈഡാണെങ്കിൽ സൂപ്പർ സൂപ്പർ സൂപ്പർ. അയാള് ആദ്യത്തെ ദിവസം ഒരാളായിരുന്നു, അയാള് പിറ്റേ ദിവസം വരില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം അത്രയും നല്ല ഗൈഡിനെ ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മുടെ ഒപ്പം നിൽക്കാനും നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നിൽക്കാനും പറ്റിയ നല്ലൊരു ഗൈഡിനെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് കയറി ദുബായിനെ കുറിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് പറഞ്ഞ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ദുബായിയുടെ ഒരു 25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ദുബായ് സിറ്റി ഇത്രയും അടിപൊളിയായിട്ട് പുതിയൊരു ദുബായ് നമുക്ക് രൂപീകരിച്ചെടുത്തത് ഇവിടെ. പക്ഷെ നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെടും, 25 വർഷം കൊണ്ട് ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ എങ്ങനെയാണ് സാധിച്ചതെന്നുള്ളത്. മനസ്സിലായി? അത്രയും നമുക്ക് ഒരു അത്ഭുതം തോന്നും നമുക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കയറി പോരാൻ തോന്നില്ല രാത്രിയായി കഴിഞ്ഞാൽ. അത്ര അടിപൊളിയാ. നമുക്ക് എത്ര പറഞ്ഞാലും നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, ടീമിലുള്ള കുറെ പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മുടെ കൂടെ നമ്മുടെ ഈ ഒരു ടീമിലുള്ള കുറെ പേര് നമുക്ക് അച്ചീവ് ചെയ്യിപ്പിച്ച്. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഞങ്ങൾക്കൊരു പള്ളി സന്ദർശിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു അബുദാബിയില് ഒരു ഗ്രാൻഡ് മോസ്ക് എന്നും പറഞ്ഞിട്ട് ഒരു അവിടുത്തെ ഒരു അവിടുത്തെ ഷെയ്ഖ് മരിക്കുന്നതിന് മുമ്പ് തുടങ്ങി വെച്ചൊരു മോസ്ക് ആയിരുന്നു അത്. ശരിക്കും ഞാനൊക്കെ ആ ഇതിൽ കയറിയ സമയത്ത് ഞങ്ങള് മക്കത്ത് ഉംറ ചെയ്യാനും നമ്മൾ ഹജ്ജിനൊക്കെ പോയില്ലേ, അപ്പൊ മദീനയും മക്കയും കണ്ടൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ. ശരിക്കും ഞങ്ങൾ 3 ആളും പരസ്പരം കരഞ്ഞു പോയിന്ന അവിടെ. ആ ഒരു മോസ്കില് ഞങ്ങൾ അവിടെ ചെന്നിട്ട് സിബിമയുടെ ഒരു സ്ഥലത്ത് നിന്ന് കരയണോ, സ്നേഹമയുടെ വേറൊരു സ്ഥലത്ത് നിന്ന് കരയണോ. അപ്പൊ ഞാൻ കരഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും ഒന്ന് കരയാം പ്രാർത്ഥിച്ചിട്ട്. കാരണം ഈ നമ്മുടെ കൂടെ ഉള്ളവരെ ഇത് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്നോർത്തും എന്താണെന്നറിയില്ല, ആ സമയത്ത് നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ നടന്നത്. ശരിക്കും ഞങ്ങൾ പരസ്പരം പറയാം, നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് 3 ആൾക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതിനൊരു ആ ഒരു അച്ചീവ്മെന്റിന് നമുക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത അത് മറ്റാരും പണിയെടുക്കാഞ്ഞിട്ടല്ല, പക്ഷെ എന്തോ ദൈവം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ അച്ചീവ് ചെയ്യണം, ഈ ഒരു പള്ളി നിങ്ങൾ സന്ദർശിക്കണം. കാരണം അത്ര ഞങ്ങൾക്ക് ആ ഒരു പള്ളിയിൽ കയറിയ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. അതും അനുഭവിച്ച് തന്നെ അറിയണം.
അത് അവിടുന്ന് ഞങ്ങൾക്ക് പോരാനേ തോന്നണ്ടായില്ല. അന്ന് ഒരുപാട് നടക്കണം, നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, കുറേ ദൂരങ്ങൾ ഇങ്ങനെ നടന്നും എസ്കുലേറ്ററും ലിഫ്റ്റൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ പള്ളിയുടെ മേളിലേക്ക് ചെല്ലണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോസും ഇന്നലെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നിങ്ങൾ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടവരല്ല, അവര് കാണാത്തവരൊക്കെ ഒന്ന് ഗ്രൂപ്പൊക്കെ എടുത്ത് നോക്കാം. ഇത്രയും ഫോട്ടോസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അത് മിസ്സാക്കരുത്. നിങ്ങൾ ഫോട്ടോയിലൂടെയെങ്കിലും നിങ്ങളിപ്പോ കാണാൻ നോക്കുക. കാരണം ഈ ഒരു ഭാഗ്യം നമുക്ക് എപ്പോഴാണ് കിട്ടണേന്ന് നമുക്കറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്താണെങ്കിലും അതിനൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഞാൻ ഉമ്മച്ചിയുടെ പറയായിരുന്നു, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ മക്കത്ത് വീണ്ടും പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇതിലൂടെ കിട്ടി എന്നുള്ളതാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഞാൻ രണ്ടാമത് എനിക്ക് ഒന്നും കൂടി പോകണം അവിടെയെന്ന്. പക്ഷെ എനിക്ക് ഇന്നലെ അത് ഇവിടെ ഈ ഗ്രാൻഡ് മോസ്കിൽ കയറിയ സമയത്ത് എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നുള്ളതാ. അപ്പോ അത്രയും വലിയൊരു പള്ളി, ലോകത്തിൽ 8ാം സ്ഥാനത്തുള്ള ഒരു പള്ളിയാണത്. അപ്പോ ഭയങ്കര അവിടുത്തെ കാർപ്പറ്റ് അതൊക്കെ ഗിന്നസ് റെക്കോർഡിൽ വന്നതാ. ആ കാർപ്പറ്റും ഒക്കെ എത്രയോ എന്തോ ഒരു 4000 പേർക്ക് ഒരുമിച്ച്, 4000 അല്ലേ, അത്രയോ എന്തോ പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. അപ്പോ അങ്ങനെ അത്രയും വലിയൊരു പള്ളിയിലാണ് നമുക്ക് ആദ്യം ഞങ്ങൾ അവിടെ പോയത്. പിന്നെ അബുദാബി സിറ്റിയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ പിറ്റേന്ന് അന്ന് രാത്രി ഞങ്ങൾ ദുബായിലേക്ക് എത്തി. ദുബായിലാണ് ഈ പറഞ്ഞ ഹിൽട്ടൺ അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത്. പിന്നെ അതിനുശേഷം ഇന്നലെ ഞങ്ങള് രണ്ടാമത്തെ ദിവസം ഞങ്ങള് രാവിലെ ഇവിടുന്ന് എല്ലാവരും ഒരു 8-9 മണിയായപ്പോ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങി. അപ്പൊ ഇന്നലത്തെ ഗൈഡ് വേറെ ആയിരുന്നു. അപ്പൊ മിഞ്ഞാന്ന് പറഞ്ഞല്ലോ, ആ ഗൈഡ് ആദ്യം ഞങ്ങളെ വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേന്ന് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അയ്യോ ഇന്നത്തെ ഇനി ആരായിരിക്കോ ആളുടെ അത്ര എൻജോയ്, നമുക്ക് ആളെ പോലെ നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഇന്നലെ വന്ന ഗൈഡ് അതിലും സൂപ്പറായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഇവരൊക്കെ എത്ര വർഷങ്ങളായിട്ടായിരിക്കും ഇവരിവിടെ ഗൈഡായിട്ടൊക്കെ ഇവിടെ ജോലി നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാനും അതിനൊക്കെ എനിക്ക് തോന്നുന്നു പ്രത്യേകം ട്രെയിനിങ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈഡുമാർക്ക്. ഇവിടെയൊക്കെ അങ്ങനെ ഒരു ട്രെയിനിങ്ങോട് കൂടി മാത്രം എടുത്താൽ മാത്രമാണ് ഇങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് ആ ഒരു ഗൈഡുമാർക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സാധിക്കോ? ഇല്ല. അങ്ങനെ ആർക്കും സാധിക്കാത്തൊരു കഴിവാണ് അവർക്ക്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല ആ ഗൈഡുമാർക്ക്. നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും അതൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. ആ കഴിവ് ഞങ്ങൾ എന്തായാലും ഇന്നലെ ആ ഒരു സാറുണ്ട്, അപ്പൊ ഞങ്ങളും എൻജോയ് ചെയ്തു. അപ്പൊ ഇന്നും ആ സാർ തന്നെയാണ് എന്തായാലും നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നലെ ഞങ്ങള് നമ്മുടെ ദുബായ് സിറ്റിയൊക്കെ കറങ്ങി. ദുബായ് സിറ്റി ടൂർ ആയിരുന്നു രാവിലെ. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് അവിടുന്ന് വേറൊരു ഹോട്ടലിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ലഞ്ചൊക്കെ കഴിച്ച് അവിടുന്ന് വീണ്ടും ഞങ്ങള് സഫാരി ടൂറ്. അതും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്ന് പറയുമ്പോ ഇതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല, നമ്മുടെ മരുഭൂമിയാണത്. ആ മരുഭൂമിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഓടുന്ന പ്രത്യേകം തയ്യാറാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വണ്ടികളിൽ നമുക്ക് പോവാൻ. അപ്പൊ അങ്ങനത്തെ വണ്ടിയിലാണ് ഞങ്ങൾ 6 പേരെ വീതം ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പൊ 6 പേരെ ഞങ്ങള് പോയി. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ 3 എന്തോ അനുഗ്രഹിച്ചു വിട്ടേക്കണതായിരുന്നു. കാരണം വേറും ആർക്കും കിട്ടാത്തൊരു അറബീനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം അത്രയും ഞങ്ങളുടെ മനസ്സറിഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു ഒരു അറബീനെ ഞങ്ങൾക്ക് കിട്ടിയത്. ചെറുപ്പാണ് ആള്. അതിന്റെ ആണോന്ന് അറിയില്ല, ആൾക്കൊരു ക്രേസ് ആയിരുന്നു ആ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ. ആ വണ്ടി ഇങ്ങനെ ചരിച്ച് വളച്ചൊക്കെ അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ടല്ലോ, മണലൊക്കെ അങ്ങോട്ട് മൊത്തം ആ വണ്ടിയിൽ ഇങ്ങനെ വന്ന് മൂടും. ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണ്ടായില്ല, കാരണം വണ്ടി ഇങ്ങനെ നടന്ന് കുത്തി മറിയാ മണലേക്കൂടെ. ശരിക്കും കുത്തി മറിഞ്ഞു മണലൊക്കെ അങ്ങോട്ട്. അപ്പൊ ഞങ്ങളും ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഞങ്ങളിങ്ങനെ ഭയങ്കര വാവ് എന്നൊക്കെ പറയും. ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അറബി ഒന്നും കൂടി ഇട്ട് കറക്കാണ് വണ്ടി. അറബിക്ക് ഞങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഇരട്ടി സന്തോഷിപ്പിക്കണമെന്നുള്ളതില് അറബി ഞങ്ങളെ കൂടുതലിട്ട് വണ്ടി അങ്ങോട്ട് കറക്കി. അപ്പൊ തൊട്ട് ഇതിൽ കൂടെ പോണ നമ്മുടെ ബോച്ചയുടെ PA ഷാരൂഖ് ഒക്കെ ഉണ്ടായിരുന്നു. ഷാരൂഖ് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ വണ്ടി എന്ത് അടിപൊളിയായിട്ട് പോയത്, എന്നെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉണ്ടോട്ടെ ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഷാരൂഖ് അത് ഭയങ്കര നിൽക്കാൻ കേട്ടോ ഈ വണ്ടിയിൽ കയറാനുള്ളതില്. കാരണം മറ്റുള്ളവരെല്ലാവരും സാധാരണ പോകും പോലെ പോണേ,
ഇങ്ങനെ മരുഭൂമിയിലൂടെ പോകുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ചെറിയ ചരിവും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മളെ കറക്കിയ പോലെ ആ ഒരു ഇത് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും അതിശയപ്പെടായിരുന്നു. ഞങ്ങളോട് ശരിക്കും കുശുമ്പ് തോന്നുന്ന ഒരു ഇതായിരുന്നു അവിടെ. എന്നിട്ട് ഞങ്ങളെ അതേപോലെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ അറബി സ്റ്റൈലിൽ ഞങ്ങളെ ലേഡീസിനൊക്കെ ഞങ്ങൾക്ക് 3 ആക്കും, അതും ആർക്കും കിട്ടിയില്ല അവസരം. ഞങ്ങൾക്ക് 3 ആക്കും കെട്ടി തന്നു. ഷോളൊക്കെ അവര് കെട്ടും പോലെ ഷോളൊക്കെ കെട്ടി അറബിയുടെ ഒപ്പം നിന്ന് ഞങ്ങൾ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളെ അപ്പൊ അതൊന്നും ആർക്കും കിട്ടാത്ത ഒരു അവസരാ. ആരും ആ ഫോട്ടോയില് പിന്നെ ഞങ്ങൾക്ക് 3 ആക്കല്ലേ, ഞങ്ങൾക്ക് 5 പേർക്ക് ലേഡീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ കയറിയ വണ്ടിയിൽ 5 ലേഡീസ്. അതാരാന്ന് നമ്മുടെ ഫസ്റ്റ് അച്ചീവർ, ദുബായ് അച്ചീവർ റസിയ മേഡം, അനീത്തിയും പിന്നെ ഞങ്ങൾ 3 ആളും. ഞങ്ങൾ 5 ലേഡീസും പിന്നെ അവരുടെ കൂടെ ഏറ്റവും ലാസ്റ്റ് അച്ചീവ് ചെയ്ത സാറും, നമ്മുടെ ദുബായ് ഓഫർ അച്ചീവ് ചെയ്ത സാറും. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ആ ഒരു വണ്ടിയിൽ പോയത്. അപ്പൊ ഞങ്ങൾക്ക് 5 പേർക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാ. മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പലരും ശ്രദ്ധിക്കണത്. ഞങ്ങൾ 3 ആളും വ്യത്യസ്തമായ രീതിയിലൂടെയാണ് നമ്മള് പലതും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഇത് ഞങ്ങളില് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് എടുത്തെടുത്ത് പറയാന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തില്ല എന്നല്ല കേട്ടോ, എന്നാലും ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അപ്പോ എന്താണെങ്കിലും വലിയൊരു അനുഭവം. ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം. ഇന്നത്തെ വീഡിയോസും ഫുഡിന്റെ ഒക്കെ പിടിച്ചിട്ടിടാം. പിന്നെ അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രാവിലത്തെ ദുബായ് മാള്, ഏറ്റവും വലിയ മാളാണ് ഇത്. ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മാൾ ദുബായ് മാള്. ആ ദുബായ് മാള് നമ്മൾ സന്ദർശിക്കും. അതിനുശേഷം ബുർജ് ഖലീഫ 124. ഇന്നലെ എന്റെ ചേട്ടന്റെ മോൻ പറയാണ് അത്രയുണ്ടോ, അവിടെ വരെ നിങ്ങൾ കയറുന്നുണ്ടോന്ന്. ഞാൻ ഇത്രയും നാളിവിടെ കിടന്നിട്ട് അവിടെ വരെ കയറിയിട്ടില്ല എന്ന് പറയണ. 124ാമത്തെ ഫ്ലോറ് അവിടെയാണ്. അവിടെ കയറി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ലഞ്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഗ്ലോബൽ വില്ല അതന്നെ അവിടെ. അപ്പോ ഇതൊക്കെ കണ്ടിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ രാത്രിയോടുകൂടി നമ്മൾ ഈ ഹോട്ടലിലേക്ക് തിരിച്ച് വീണ്ടും എത്തുന്നത്. നാളത്തെ നമുക്കറിയില്ല, നാളെ എന്താണ് പ്ലാൻ ചെയ്തേക്കണേന്നുള്ളത് അറിയില്ല. എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും. അപ്പോ ഒരു 3:50 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് അബുദാബിന്നായിരിക്കും ഫ്ലൈറ്റ് കയറും. രാത്രിയോടുകൂടി ഏകദേശം നമ്മുടെ ഇന്ത്യൻ ടൈം ഒരു 10 മണിയോടുകൂടിയൊക്കെ നമ്മൾ അവിടെ എത്താൻ ആണ് എന്തായാലും തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഇനിയിപ്പോ സ്പെഷ്യൽ സമയം വയ്ക്കേണ്ട ആവശ്യമുണ്ടോന്ന് അറിയില്ല. ഇന്നത്തെ മാത്രമേ ഇനി നിങ്ങൾ വിശേഷങ്ങൾ അറിയാനുള്ളൂല്ലോ. ഇനി എനിക്ക് ഞാൻ പറയാത്ത എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹ മേഡവും നമ്മുടെ സിബി മേഡവും പറയും. അപ്പൊ അവരുടെ ആ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് കാണാം. അത് സിബി മേഡം, സ്നേഹ മേഡം ഓരോ നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ സീനത്തുണ്ടായിരുന്നെങ്കിൽ കൂടെ. സീനത്തിന് മാത്രല്ല കേട്ടോ, ഇപ്പൊ ബാക്കിയുള്ളവർ വിചാരിക്കും സീനത്തിന് മാത്രം അപ്പൊ ഞങ്ങളില്ലേ എന്ന്. ഇനി അവിടെ വരുമ്പോ ഇനി അത് പ്രശ്നമൊന്നും ആക്കരുത്. കാരണം സീനത്തിന് മാത്രമല്ല, എല്ലാവരും ടീമിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാ സത്യം. മനസ്സിലായി, ഒരുപാട് ആഗ്രഹിച്ചു നിങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ആ ഒരു കുറവ് നിങ്ങൾ മലേഷ്യൻ ട്രിപ്പിൽ, നമ്മുടെ അടുത്തൊരു ഓഫർ മലേഷ്യ 38 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് അച്ചീവ് ചെയ്യണം. നിങ്ങൾ ഇത് അനുഭവിക്കണം. നമ്മുടെ ലോകത്ത് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. നമുക്ക് ലൈഫിൽ നമുക്ക് ഇതൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ഞാൻ ഒരിക്കലും ഓർത്തില്ല. നമ്മൾ ചിലപ്പോൾ ദുബായിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുമായിരിക്കും ഭാവിയില്, മക്കളായിട്ടൊക്കെ വല്ല വരുമോ, അല്ലെ അവര് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ വരുമായിരിക്കാം. പക്ഷെ അത് നമുക്ക് അറിയില്ലല്ലോ വരോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയത് നമ്മുടെ ബോച്ചയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അവസരം നമുക്ക് കിട്ടിയത്, ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അത് ഇവിടെ വരാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാ. അപ്പോ അതേപോലെ തന്നെ മലേഷ്യൻ ട്രിപ്പും നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ നോക്കണം. ദുബായിയുടെ അത്രയും പോയിന്റ് നമുക്കില്ല, വളരെ കുറവ് പോയിന്റ് ആണ് തന്നേക്കണത്. ഒരു SR സംബന്ധിച്ച് 400 പോയിന്റ് ആണ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. അപ്പോ അതും
വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് ആരും വിട്ട് കളയരുത്. ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഓടിയാൽ എത്താവുന്ന പോയിന്റ് മാത്രമാണ് നമുക്കുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യണം. ഈ തവണത്തെ ഇനിയുള്ള മലേഷ്യൻ ട്രിപ്പിൽ നമ്മൾ ഒരുപാട് പേര് ഇത് അച്ചീവ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് പോവാൻ നമ്മൾ മനസ്സുകൊണ്ട് ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ ഉറപ്പിക്കണം, ഞാൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇനി ബാക്കിയുള്ളവരുടെ ആ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ഓഫർ മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസവും ഞങ്ങൾ അവിടെ തിരിച്ചെത്തുന്നവരെ ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ജയ മാഡം. ബ്ലറായിട്ടാ കാണണേ അല്ലേ ബാക്ക്ഗ്രൗണ്ട്? ഒന്ന് ക്ലിയർ ആക്കാം. ഇവിടെ ഇരുന്ന ഇപ്പൊ ചെയ്തത്. ഓക്കെ ഓക്കെ. നമ്മുടെ സ്നേഹ മേഡം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണു. ഞങ്ങൾക്ക് ബെഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 3 ആൾക്കും ഒരുമിച്ച് കിടക്കാനായിട്ട്. ഇന്നിപ്പോ ഇവിടെ കിട്ടിയ ബെഡും വലിയ ബെഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ഒറ്റ റൂമിൽ കിടക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങള് ഓരോരുത്തർ മാറി മാറി പോകുമ്പോ ആരുടെ കൂടിയാന്നൊക്കെ ഒരു സംശയമായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കിവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സെറ്റ് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് റൂമൊക്കെ കിട്ടിയത്. ഉണ്ടോ? ബാത്റൂമൊക്കെ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല കേട്ടോ. നമ്മള് നാട്ടിലൊക്കെ പൊതു ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കേറാനേ കണ്ടോ കിടന്ന് കുളിക്കാം, എങ്ങനെ വേണമെങ്കിലും കുളിക്കാം. നാട്ടിലൊക്കെ നമ്മൾ പൊതു ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്കൊക്കെ അങ്ങോട്ടൊക്കെ പോവാൻ തന്നെ നമ്മള് ആ ടോയ്ലറ്റിൽ പോണവരെ എടുത്തിട്ട് നമ്മള് എല്ലാവരും വിഷമിച്ച് ഇതായിട്ട് നിൽക്കും. ലിഫ്റ്റ് 6 ലിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചുമ്മാ ഇവിടെ വന്നിരിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു സൗകര്യമാണ്. ഓക്കെ, അപ്പൊ ഞാന് അടുത്ത അവർക്ക് കൊടുക്കാം, അവര് സംസാരിക്കും ബാക്കി കേട്ടോ. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ കാർഡ് ആയിപ്പോയി. അവരുള്ളത് കൊണ്ട് രക്ഷയായി, തുറക്കാൻ പറ്റൂല. നല്ല പവറാണ്, ഡബിൾ പവർ ആയിട്ടുണ്ട് കേട്ടോ ദുബായിലെത്തിയിട്ട്. അല്ല അല്ലെങ്കിലും എന്താ പറയാ അല്ലെ, ഇനിയിപ്പൊ എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ബിബിഷ മാഡം നല്ലോണം തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു. എങ്കിലും പറയട്ടെ, എല്ലാവർക്കും ഒരു റിച്ച് മോർണിംഗ്. എല്ലാവർക്കും നല്ല നല്ല ജോയിനിങ്ങളൊക്കെ കിട്ടി. ഇത്രയും പെട്ടെന്ന് മലേഷ്യക്ക് പോകാനുള്ള ഒരു അതെന്താ പറയാ, നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. കാരണം നിങ്ങൾ അത് അച്ചീവ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടുമ്പോ ശരിക്കും ഞാൻ ഇന്നലെ പ്രവീൺ സാറിനോട് പറഞ്ഞു, സാറേ കുറെ പേര് ഇത് വരാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അവരത് കറക്റ്റായിട്ട് എടുക്കാത്തോണ്ടാ വരാൻ പറ്റിയത്. അതുകൊണ്ട് ദുബായ് എന്തായാലും ഒരു തവണയെങ്കിലും അടുത്ത വർഷമെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. ഞങ്ങളുടെ കുറെ പാർട്ട്നേഴ്സും ഒക്കെ ഇങ്ങോട്ട് വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ സാറ് എന്തോ പറഞ്ഞു. ഉവ്വാന്ന് എന്തോ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളാ എടുത്ത ഒരു എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത് പറഞ്ഞറിയിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനത് തന്നെ കുറെ ഒന്നും പറയില്ല. എനിക്ക് കിട്ടിയ കുറെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാ പറയാ. എന്താ പറയുക, ബിമിഷ മാഡം, സ്നേഹലത മാഡം, ഞങ്ങൾ 3 പേരും എന്താ പറയാ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങള് എല്ലാരേലും വ്യത്യസ്തമാന്ന് പറയില്ല. ഞങ്ങൾ 3 പേരും എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടേതായ സ്റ്റൈലിൽ ഇങ്ങനെ മാറിക്കും. ബാക്കി എല്ലാരും കൂട്ടമായിട്ടാണെങ്കിൽ ഞങ്ങൾ 3 പേരും ഇങ്ങനെ
ഓരോരോ കാര്യം എല്ലായിടത്തും ഞങ്ങൾ ഫോട്ടോ നിമിഷമെടുത്തൊരു ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാ പിന്നെ എത്തുന്നുള്ളൂ. അതങ്ങ് തുടങ്ങിയ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് ഞങ്ങളൊക്കെ എടുക്കും അതേപോലെ ഫോട്ടോ ഫേസ് ഇങ്ങനെ ഏതാ വേണ്ട അടുത്ത് നോക്കുമ്പോ ഇതെടുക്ക് കൂളിംഗ് ക്ലാസ്സിന് വിശ്രമം ഉണ്ടായിട്ടില്ല എന്ന് പറയും. കൂളിംഗ് ക്ലാസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. എല്ലാരും നോക്കും ഞങ്ങൾ ഇങ്ങനെ ഒരാൾ വെക്കുമ്പോ അടുത്ത ആൾ വെക്കും അല്ലെങ്കിൽ ഒന്ന് ഇവിടെ വെക്കും. അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയാ അല്ലെ. ഇന്നലെ അതുപോലെ പോയത് ആ കാറ് അതെന്റെ ദൈവം ഭയങ്കര ഒരു ഇതിങ്ങനെ കാർ ഇങ്ങനെ പോണു അങ്ങനെ പോണു പേടിയൊന്നും ഇല്ല. അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കുറെ പേര് അവിടെ നിന്ന് നമ്മുടെ ടീമിൽ നിന്ന് പോരാത്തതിന്റെ ഒരു സങ്കടം നല്ലോണം തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. കാരണം എങ്കിലും ഞാൻ പറയൂ കേട്ടോ, നമ്മള് മൂന്നുപേരെ മാത്രം എന്താ നിമിഷം മേഡം ദൈവം എന്തോ നമ്മളെ മൂന്നുപേരെ ഇങ്ങനെ അനുഗ്രഹിച്ചു അല്ലെ. നമ്മൾ തെരഞ്ഞെടുത്തതാ ദൈവം അല്ലേന്ന് ഞാൻ ഇന്നലെ നിമിഷം മേഡത്തോട് പറയായിരുന്നു. ആണത്. കാരണം അത് അനുഭവിക്കുമ്പോ ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ അല്ലെ, എവിടെയോ ഞാൻ ജനിച്ചത് അടിമാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണെങ്കിൽ ഇന്ന് ഞാൻ എത്തിപ്പെട്ട് നിൽക്കണല്ലേ ദുബായിൽ വന്ന് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അതെങ്ങനെയാ വന്നേക്കുന്ന ഒരു ടൂറായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടൊന്നും വന്ന് ഇത്രയും എൻജോയ്മെന്റ് ഒന്നും ആർക്കും ചെയ്യാം. കാരണം ഇവിടെ താമസിക്കുന്ന ഇന്നലെ ബിംഷ മേഡത്തിന്റെ ആ കസിൻ ആ കൊച്ചു പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത്രയും പോലും ഇവിടെ അങ്ങനെ കാരണം അവർക്കത് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു ടീമായിട്ട് വന്ന് കിട്ടുന്ന ആ ഒരു എൻജോയ്മെന്റ് അത്രയ്ക്ക് പറഞ്ഞ് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്താ, ഇപ്പൊ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം പോലെ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ കയ്യിൽ ഒരു ഓഫർ കയ്യിൽ ഇരിക്കുകയാണ്. ആ ഓഫർ നിങ്ങൾ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണം. കാരണം വെറുതെ ഇരിക്കരുത്. അതിനു വേണ്ടുന്ന ഹാർഡ് വർക്ക് ഉറപ്പായും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും ഇനിയും ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വർക്കുകൾ എടുക്കുക. എന്നിട്ട് അടുത്ത മലേഷ്യയിൽ അല്ലെ നമുക്ക് ഒരുമിച്ച് പോവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാം അല്ലെ. അതോ ആ യൂട്യൂബിൽ ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങൾ മലേഷ്യ ഓഫർ അച്ചീവ് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ പറയായിരുന്നു പക്ഷെ അതങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ പറഞ്ഞു പോയി. ഇനി ഉണ്ടല്ലോ യൂട്യൂബിൽ കുറെ സാറ് ഞങ്ങളെ കൊണ്ട് ഇന്നലെയും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വരും ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോന്ന് വരും. അപ്പൊ അങ്ങനെ എല്ലാം കാണുക. അത് നിങ്ങൾക്കും ആവണം അങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ എന്ത് നേടിയോ, അയ്യോ ഇത് ഇവരും ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ ഞങ്ങൾക്കും വേണ്ടേ ഒന്ന് പറയാന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ ഇപ്പൊ തന്നെ കുറിച്ചിടുക. അതുകൊണ്ട് അടുത്ത മലേഷ്യയിലേക്ക് ഞാൻ ഉറപ്പെന്ന് ഇപ്പൊ തന്നെ തീരുമാനിക്കണം. എല്ലാവർക്കും അവിടെ സുഖാന്ന് വിശ്വസിക്കുന്നു. ലതാംബെ മാഡം, ലില്ലി മാഡം, എന്റെ ടീമിലുള്ള എല്ലാവർക്കും ഒരു ഹായ്. കാരണം എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. 7am എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവന്റെ ഒരു ഭാഗമായിരുന്നു. അത് കയറാൻ പറ്റാത്തത് എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും അതിനേക്കാളൊക്കെ അല്ലേ വലിയൊരു കാര്യം ഇപ്പൊ ഇന്ന് തന്നേക്കുന്ന ഈ സ്പെഷ്യൽ 7am സൗമ്യ മേഡം. ഞങ്ങളൊന്ന് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും സൗമ്യ മേഡം അത് പിടിയാലെ ഞങ്ങൾക്ക് തന്നു. അതിന് സന്തോഷം, ഒരു നന്ദി അറിയിക്കുന്നു സൗമ്യ മേഡത്തോട്. കാരണം ഇപ്പൊ ഇവിടുന്ന് ഈ പറയുന്നത് ചിലപ്പോ അവിടെ വന്നു കഴിയുമ്പോ കിട്ടിയില്ലെങ്കിലോ അല്ലെ. ഞങ്ങൾ ദുബായിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ നിങ്ങളെ എല്ലാവരും ഞങ്ങളെ അവിടെ ഇരുന്ന് വീക്ഷിക്കണത്. അതൊരു അടിപൊളി എന്താ പറയാ പറഞ്ഞെനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ബിബിൻഷ മേഡം പറയും അടുത്ത മലേഷ്യക്ക് ഞാൻ സൗമ്യയോട് പറയും സിബി ഇല്ലാതെ പറ്റില്ല, പെട്ടെന്ന് അച്ചീവ് ചെയ്യിപ്പിക്കണമെന്ന് പറയൂന്നാണ് ബിബിൻഷ മേഡം പറഞ്ഞേക്കണേ. കാരണം അത് അങ്ങനെയാണ് അല്ലെ, നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ കിട്ടിയ ഒരു നിമിഷം സന്തോഷിച്ച് തന്നെ തീർക്കാം അല്ലെ. കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ രാവിലെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിപ്പോ. കാരണം എനിക്ക് വൈഫൈ കിട്ടുന്നുണ്ടായില്ല ഇവിടെ വന്നിട്ട്. എങ്ങനെ വീട്ടിലേക്ക് വിളിക്കും, എല്ലാരും വിളിക്കുന്നുണ്ടാവും. എന്റെ കുഞ്ഞിതാണ് കരഞ്ഞു എന്നാ പറഞ്ഞു, എന്നെ കിട്ടാത്തോണ്ട് ഭയങ്കര വിഷമായി പോയെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ വിളിച്ചപ്പോ തന്നെ ആള് കരയുമായിരുന്നു. എന്നെ കണ്ടേ വഴി ആള് ഇന്നലെ എനിക്ക് സാറിന്റെ പേരെന്നാ മുടിയുള്ള ഗോപി സാറാണ് എനിക്ക് എന്നിട്ട് എന്റെ ഫോണൊക്കെ ശരിയാക്കി തന്ന്. സാറിന്റെ ഫോണിൽ നിന്ന് അപ്പൊ സാറ് പറഞ്ഞു എന്നാ നോർമൽ കോള് വിളിക്കാം, മോളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സാറ് എനിക്ക് അതിൽ നിന്ന് സാറിന്റെ ഫോണിൽ നിന്ന് കോള് ചെയ്ത് തന്നിട്ട് ഞാൻ എന്റെ നന്ദുവിനെ വിളിക്കുമോ. അത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഇതെല്ലാം പിന്നെ സാറിന്റെ വൈഫൈ എനിക്ക് കണക്ട് ചെയ്ത് തന്നിട്ട് എനിക്ക് ഇന്നലെ ബസ്സിലൊക്കെ ഫുൾ ടൈം വൈഫൈ ഉണ്ടായിരുന്നു. സാറ് കൂടെ ഉള്ളതിനുണ്ട് എനിക്ക് ഫുള്ളായിട്ടും കിട്ടി. ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത് ഹോട്ടലിലായിരിക്കും മാറ്റിയിട്ടുണ്ട്. മാറ്റാതിരുന്നെങ്കിൽ ഇന്ന് മൊത്തം എനിക്ക് കിട്ടിയേനെ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവരോടും ഞാൻ പറയണത് ഇത് ഒത്തിരി പറയാനുണ്ട്. കാരണം കുറെയൊക്കെ ബിബിൻഷ മേഡം പറഞ്ഞിട്ട് ഇനി ബാലൻസ് ഒന്നും ഇല്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാള് അവിടേക്കാണ് പോകുന്നത്. അവിടെ ആ 27 അല്ലെ 27 അതിന്റെ മുകളിൽ ലഞ്ചൊക്കെ കഴിക്കാനൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് അല്ലെ. ഇന്ന് ഇന്ത്യൻ ഫുഡാന്നൊക്കെ കേട്ട. അതാണ് എനിക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് ഇന്ന്.
ഇന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിയത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല. വിശപ്പോ ദാഹമോ ഒന്നും തോന്നുന്നില്ല. കാരണം അതിന് അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരു ഹോള് നിറയെ ഫുഡാണ് ഇങ്ങനെ. അത് കണ്ട് 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 അപ്പൊ തന്നെ നമ്മളെ വയറ് നിറയും. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കുക്കുംബറോ ഒരു തക്കാളി കഷ്ണമൊക്കെ കിട്ടുമ്പോ നമ്മൾ തൃപ്തിയാണ്, അത് മതി. അത് എന്ന് പറഞ്ഞ പോലെ അല്ലെ. ഇനി ഞാൻ പറയണേ, ഇനി ഇന്നലെ പോയ സ്ഥലങ്ങള് ഒന്നോടെയും പോകാൻ പറ്റണേന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം അത്ര നല്ല ഇതാണ് ആ സ്ഥലം. ഫയർ ഡാൻസ് ഇങ്ങനെ നടുക്ക് സ്റ്റേജ്, എന്നിട്ട് ഞങ്ങളെല്ലാവരും ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കും. അപ്പൊ കുറെ ഡാൻസുകൾ ഇങ്ങനെ മാറി മാറി വരും. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാ. അതിലൊരു മേഡത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അത് മക്കള് പറയാതെ അവിടെ വന്നിട്ട് അങ്ങനെ ആളാ ഞെട്ടിപ്പോയി. എന്നിട്ട് ആള് വേഗം സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് ഭയങ്കര കൂടെ മറ്റുള്ളവരും കയറി സന്തോഷിക്കണു. അങ്ങനെ അറബികളുടെ ഡ്രസ്സ് ഇട്ട് പർദ്ദ ഇടാത്ത ആളാന്ന് തോന്നുന്നില്ല. ഇവിടെ ബിംഷ മേഡം പർദ്ദ ഇട്ടിട്ട് എന്തോ ഒരു ഫോട്ടോ എടുത്ത് കൂട്ടിയേക്കണേന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കും പർദ്ദ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ലേ ചോദിച്ചു. അതിട്ടു ഇങ്ങനെ നിൽക്കും അങ്ങനെ. അറബി വരെ ഞങ്ങക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പുള്ളി പോസ്റ്റ് ചെയ്ത് തരിക ഞങ്ങക്ക് ഓരോരുത്തർക്കും. അപ്പൊ ഈ ഫോട്ടോ എടുത്തിട്ട് കഴിയുമ്പോ അവര് ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കൂല്ലോ ബിംഷ മേഡം. നമ്മള് ഫോട്ടോ എടുത്ത് കഴിയുമ്പോ അറബിയുടെ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു അറബി ഇവിടുത്തെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയാന്ന് പറഞ്ഞ. അതേപോലെ ശരിക്കും ഒരു സഹോദരിയെ എങ്ങനെ കൊണ്ടുപോകണോ അതേപോലെ കെയർ ചെയ്തിട്ടാ അദ്ദേഹം ഞങ്ങൾ 5 പേരെ അത്രയ്ക്ക് സന്തോഷിപ്പിക്കാനായിട്ട് ആള് ശ്രമിച്ചു. തിരിച്ചു പോരുമ്പോൾ ആള് ഞങ്ങളെ എതിലേക്കോ കറക്കിയിട്ട് റോഡ് വഴി അല്ലാതെയൊക്കെ കാറ് അങ്ങനെയൊക്കെ ഞങ്ങളെ മറ്റുള്ള വാഹനങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ അവസാനം പോയതും അവസാനം വന്നതും അവസാനം. കാരണം എല്ലാരും ആയി ടീം തിരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് 3 പേർക്ക് ടീമിലോട്ട് ആളാകുന്നില്ല. 6 പേര് വേണം പോവാൻ. അവസാനം ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയ 3 പേരും ഈ സാറിനെ അറബീനെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു എന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം പോയ നല്ല പ്രായമുള്ള അറബികളാണ്. ഹിസ്സൈനസ് അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞ സദാം ഹുസൈനെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരാളൊക്കെ ഉണ്ടായിട്ടോ അതില്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ വെച്ചിട്ട് അവരുടെ കാർ എങ്ങനെ കറങ്ങാൻ, അത്രയ്ക്ക് വയസ്സായിട്ടുണ്ട്, ഇതെങ്ങനെ കറങ്ങും ബിംഷയോടെ. അപ്പൊ അതുകൊണ്ട് അവര് കറങ്ങാത്തേന്ന് ഞാൻ പറഞ്ഞു. ബിംഷയോട് ചിരിച്ച് മടുക്കും സിബി മേഡത്തിന്റെ അവിടെ നടന്നാന്ന് പറഞ്ഞിട്ട് പറയും. കാരണം നമ്മളത് എൻജോയ് ചെയ്യണമല്ലോ. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇവരോട് അതൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷിപ്പിച്ച് തന്നെയാണ് പോണത്. ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ നമ്മുടെ സ്നേഹലത മേഡം ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. എന്തായാലും നല്ലൊരു ആ ഫ്ലൈറ്റിലൊക്കെ കയറി വരാൻ നിങ്ങൾക്ക് ദുബായിക്ക് വരാൻ ഉറപ്പായിട്ട് ഒരു അവസരം അവിടെ കിട്ടും. അത് കിട്ടുമ്പോ എല്ലാവരും അല്ലെ നന്നായിട്ട് തന്നെ ആ ഓഫർ വെക്കും, ഉറപ്പാണ്. അത് ഞാൻ ഇന്നും പറയും സാറിനോട്. ദുബായ് ഒന്നോടെ വെക്കണ കാര്യം ഉറപ്പായിട്ട് ഇന്നും പറയും. കാരണം നടക്കും, അത് നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതുപോലെ സാറിന്റെ PA എന്ന് പറഞ്ഞ ഷാരുഖൊക്കെ നല്ല കൂട്ടാണ്. ആൾക്ക് ഇന്നലെ ഞങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞു ഞാൻ ഇരുന്നോടത്ത് സീറ്റ് തരാം, ഞങ്ങളുടെ കൂടെ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ സെറ്റാക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അറബി വണ്ടി കയറ്റിയില്ല ആളെ. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി. കയറ്റിയില്ല. ഞാൻ എന്റെ സൈഡിലെ സീറ്റൊക്കെ കൊടുത്തേക്കാം, മോൻ ഞങ്ങളുടെ കൂടെ പോരേന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡി. ആള് നിന്നു ഞങ്ങളുടെ കൂടെ. അതൊക്കെ വിശ്വസിച്ച് ഞാൻ സത്യമായിട്ടും പറഞ്ഞതായിരുന്നു. പക്ഷെ അറബി കയറ്റിയില്ല. അത് അങ്ങനെ അങ്ങ് മാറിപ്പോയി. എന്നിട്ട് എല്ലാരോടും ആ കൊച്ചും പറയാണ് ഇതേ ഇവര് പോയ കാറുണ്ട്. എന്നിട്ട് വന്നിട്ട് ആ ഡ്രൈവറോടൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് കൈ കൊടുക്കല്, നമ്പറൊക്കെ മേടിച്ചു തോന്നുന്നു. ഭയങ്കര ഇഷ്ടായി. അതേപോലെ അതിന്റെ വീട്ടൊക്കെ ചോദിക്കാൻ ഞാൻ പറയാറിയാൻ പാടില്ല, അറബിയിൽ വർത്താനം പറയാൻ നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിന്റെ വൈഫിന്റെ കാര്യമൊക്കെ അവസാനം ഞാൻ പറയും ബീബി എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുന്ന അറിയില്ല എങ്ങനെ പറയണേന്ന്. അന്നേരം കൂടെ ഉണ്ടായിരുന്ന ഒരു ജെൻസ് ഇക്കൊക്കെ അറിയായിരുന്നു കുറച്ചൊക്കെ അറബികളോട് സംസാരിക്കാൻ. അപ്പൊ ഞങ്ങള് പറയണ കുറച്ചൊക്കെ അവർക്ക് തിരുത്തി കൊടുത്തു. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. സൂപ്പർ എന്ന് ഞങ്ങൾ പറയും. അപ്പൊ ആൾക്ക് മനസ്സിലാവണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് ഇംഗ്ലീഷിലൊക്കെ മറ്റേ ചേട്ടൻ പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള യാത്ര. ശരിക്കും പറയാൻ ഇന്നത്തെ യാത്രയാണ് ആ കാറ് കറങ്ങിയത്. നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. മലേഷ്യയിൽ ഇതിലും വലിയ കാഴ്ചകളായിരിക്കും ഇരിക്കണേ. അപ്പൊ ഇതുപോലെ ഞങ്ങളെ പോലെ മലേഷ്യയിൽ നിന്നിട്ട് സ്പെഷ്യൽ 7am ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പറയും. നമ്മുടെ സ്നേഹലത ഇവിടെ വെയിറ്റിംഗിലാണ് അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇവിടെ കിട്ടിയ ഓരോരോ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് ഇനിയും ഞങ്ങൾ എത്തിക്കും. കാരണം ഇന്ന് പോകുന്ന യാത്ര എന്നെ ഏറ്റവും വലിയ ടെൻഷൻ ഇന്ന് ഇവിടെ രാവിലെ എന്ത് ഫുഡാന്ന് ഓർത്തിട്ടാണ് കേട്ടോ.
എന്റെ ഒരു വാശി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നാട്ടിൽ വന്ന അന്ന് തന്നെ ഞാൻ കപ്പയും മീനും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിന്റെ ഇത് തീർക്കോളൂ എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് പറ്റുന്നില്ല ഇവിടെ ഫുഡ്. കാരണം എനിക്കത് എന്റെ ഒരു ശീലം. വീട്ടിലായാലും നാട്ടിലെ ഫുഡും എല്ലാം ഒന്നും പിടിക്കില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് നമ്മുടെ നാടൻ ഫുഡുകളാണ് ഇഷ്ടം. എന്തായാലും ഇവിടെ വന്നു അതൊക്കെ കാണാൻ പറ്റിട്ടോ. ഇത്രയും ഫുഡുകൾ ഈ ലോകത്ത് ഉണ്ടെന്നൊക്കെ അറിയാനൊക്കെ പറ്റി. കാണുന്ന സന്തോഷമാണ്, ഇവര് കഴിക്കുന്നത് സന്തോഷമാണ്. പക്ഷെ ഇവർക്ക് വിഷമാണ് ഞാൻ കഴിക്കാണ്ടിരിക്കുമ്പോ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അവസാനം കിട്ടും ഒരു സേമിയ പായസം ഉണ്ട് ഉച്ചയ്ക്ക് ഉറപ്പായിട്ടും. ആ സേമിയ പായസം കൊണ്ട് ഞാൻ തൃപ്തിയാണ്. അവസാനം അതൊരു ബൗൾ എടുത്തിട്ട് അതിലെല്ലാരും കഴിക്കണ ഇത്രയാണെങ്കിൽ ഞാനും ബൗളിൽ ഒരു ഇത്തിരി അധികം എടുത്തിട്ട് വന്നിരുന്ന് ഞാൻ ആ സേമിയ പായസം കഴിക്കുമ്പോ അപ്പൊ ഞാൻ പറയും, ഇപ്പൊ എനിക്ക് സന്തോഷമായില്ലേ? അപ്പൊ ഇവരും പറയും, സേമിയ പായസം കിട്ടി, ഇനി സന്തോഷമായി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കഴിച്ചു വിടണേന്ന് പറയാം. ചായ ഒന്നും കിട്ടുന്നില്ല ഇവിടെ, നല്ല ചായ ഒന്നും ഇല്ല. എന്നിട്ട് ചായ എടുക്കാൻ പോയ കഥയൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാ. ചായ മിഷ്യത്തിൽ നമ്മൾ തന്നെ എടുക്കണം. മെഷീൻ ഓൺ ആക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് അത് ഓഫ് ചെയ്ത് അതോടെ ഞാൻ രണ്ടുപേരും കിടന്ന് ശ്രമിച്ചിട്ടു. അതെന്ത് ചെയ്ത് ഓഫ് ആവുന്നില്ല. കാരണം അവസാനം പോയ ഒരു കപ്പ് വേറെ എടുത്തോണ്ട് വന്നിട്ട് അതിനകത്തേക്ക് ഒഴുകിയൊന്നും പോകില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. ഇനി നമുക്ക് അടുത്തൊരു 7am കിട്ടുമ്പോ അത് കുറെ കാര്യങ്ങൾ പറയാട്ടോ. അപ്പൊ എല്ലാവർക്കും മലേഷ്യയിലേക്കുള്ള ഒരു ഓഫർ നിങ്ങൾ അടിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആ മലേഷ്യയിൽ എത്തുന്ന നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ പോകുന്ന ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മലേഷ്യക്ക് പോകാനായിട്ട് നമ്മള് ഡ്രസ്സ് എടുക്കാനാ പോകുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ഒരു സന്തോഷം കിട്ടുന്നത് അവിടെയാണ്. ആ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വിഭിഷമ്മയുടെ ഞങ്ങളുടെ കണ്ണാടയൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന ഒരു കോമഡിയാണ് അതൊക്കെ അല്ലെ. അതുപോലെ നിങ്ങൾക്കും ആവണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ആരെങ്കിലും വർക്ക് എടുക്കാൻ വൈകി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് തന്നെ വർക്ക് എടുക്കുക. മലേഷ്യയിലേക്ക് നാളെ മുതൽ അല്ലെ അടുത്ത മാസം ആദ്യം മുതൽ നമുക്ക് മലേഷ്യ അച്ചീവർ എന്ന് പറഞ്ഞ് ഫോട്ടോ ഇടാനായിട്ട് നമ്മുടെ സൗമ്യ മേഡത്തിന് സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സൗമ്യ മേഡം ഇപ്പൊ ഇങ്ങനെ ഓർക്കണ്ടാവും അല്ലെ, മലേഷ്യയിലേക്ക് ആരൊക്കെ. എന്തായാലും ഞാനും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ശ്രമിക്കാം. കൂട്ടമായിട്ട് എല്ലാരും കൂടി ശ്രമിക്കുമ്പോൾ ആ ഒരു മലേഷ്യൻ ട്രിപ്പ് നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളും കൂടെ ഉണ്ടാവണം, ഞാനും കൂടെ ഉണ്ടാവുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം ഞാൻ നിങ്ങളോട് അറിയിക്കുക. നമുക്ക് പോകണം. കാരണം ഇന്ന് വന്ന ഈ ഒരു അവസരം നിങ്ങളിലേക്ക് ഇനി മലേഷ്യയിലേക്കാണ് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കും ദുബായ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് ഉറപ്പായിട്ടും പറയുന്നത്. ഇനിയുണ്ട് ഒരു ഓഫർ വരുമ്പോൾ ഉറപ്പായി അടുത്ത വർഷം നിങ്ങൾക്ക് ദുബായ്ക്ക് ഒരു ഓഫർ ഉറപ്പായിട്ടും കമ്പനി ഇട്ടിരിക്കും. അത് പോരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. മലേഷ്യയില് അപ്പൊ അടുത്തായിട്ട് നമുക്ക് വാഗമണ്ണിൽ എത്തിയിട്ട് മലേഷ്യയിൽ വെച്ച് കാണാന്നുള്ള ആ ഒരു ഉറപ്പോടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാരും കാണാൻ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇത് കാണണ എവിടെ, അവരൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ മലേഷ്യയിൽ ഇതേ ലളിതാംബിക മേഡം നിൽക്കണു. കുറെ പേരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി പേര് പറയാത്തവരൊന്നും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇവിടെ കാണുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാരും ഇറങ്ങിക്കോ. രാവിലെ തന്നെ മലേഷ്യയുടെ ഓഫർ അച്ചീവ് ചെയ്യാനായിട്ട് ഓട്ടം അങ്ങ് ഓടിക്കോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു റിച്ച് മോർണിംഗ്. ഓക്കെ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ. ഓക്കെ, താങ്ക് യു സിബി മേഡം. അപ്പൊ സിബി മേഡം വീണ്ടും നമ്മളെ ഒന്ന് കൊതിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മലേഷ്യൻ ഓഫർ നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്യുന്ന ഇതോടുകൂടി കുറെ ലീഡേഴ്സ് ഇങ്ങനെ മനസ്സിൽ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത ആളുടെ വാക്കുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്നേഹലത മേഡത്തിനെ സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സ്നേഹലത മേഡം, വെൽക്കം ടു 7am. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. എന്തായാലും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. വിശേഷങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ഒരുപാട് പറഞ്ഞു. അപ്പോ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഞാൻ ഒന്നും പറയാനില്ലെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും അവര് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞല്ലോ. രണ്ടുപേരും മാറി മാറി പറഞ്ഞു. ഇപ്പൊ എനിക്ക് പറയാം, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് പറയാനാണ്. പക്ഷെ അല്ലട്ടാ, അവര് പറഞ്ഞതിനേക്കാൾ ഇനിയും ഉണ്ട് 1000 കൂട്ടം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതാണ് കാരണം. ദുബായ് നിങ്ങൾ കാണണം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ദുബായ് ആണെന്നല്ലേ. ഈ ദുബായ് എന്ന് പറയുന്ന ഈ സ്ഥലം സത്യത്തില് നമുക്ക് കാണാൻ സാധിച്ചില്ല. ആദ്യം സർവേശ്വരനോട് നന്ദി പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടില്ലല്ലോ എന്നോർത്ത് വളരെ ദുഃഖവും ഉള്ളിലുണ്ട്. കാരണം ഓരോ നിമിഷം ഓരോ ഇത് കാണുന്ന സമയത്ത് എന്റെ കൂട്ടത്തിലുള്ളവരുണ്ടായിരുന്നെങ്കിൽ, അല്ലെ എന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ്.
അത്രയ്ക്കുണ്ട് കാഴ്ചകൾ. ഇവിടെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം, ഒരു 7 കിലോമീറ്റർ കടല് നികത്തിയെടുത്തിട്ട് അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ കണ്ട നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നുള്ളതാണ്. നമുക്ക് എന്താ പറയുക, ഈ ഫീൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതാണ് ഫീല്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും കൂടെ ഉണ്ടെങ്കിൽ ഈ സന്തോഷം എന്താകുമായിരുന്നു എന്നാണ് എന്റെ ചിന്ത. നമ്മൾക്ക് കാണാൻ ഒരുപാട്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ രാജ്യം നമ്മൾ കണ്ടിരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അന്നേരം തോന്നുന്നു, നമ്മുടെ നാട് എത്ര കൊള്ളിയാലും നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ വന്ന വഴി മറക്കാൻ പാടില്ല, നമ്മൾ ജനിച്ച മണ്ണ് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷെ ഇവിടുത്തെ വൃത്തി എന്ന് പറയുന്നത്, അതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒരു കടലാസ കഷ്ണം പോലും ഈ റോഡിൽ ഇല്ലെന്നുള്ളതാണ്. റോഡിലോ ഏതെങ്കിലും സ്ഥലത്തോ ഒന്നും. അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ മര്യാദ, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബഹുമാനം ഒക്കെ നമ്മൾ കണ്ടുപിടി. ഇന്നലെ തന്നെ ഇവർ പറഞ്ഞു, അറബിയുടെ കാര്യം പറഞ്ഞില്ല. ഡ്രൈവറായിട്ട് വന്ന അറബി നമ്മളെ സ്വന്തം സിസ്റ്റർമാരെ പോലെ തന്നെ പിടിച്ചു നിർത്തി നമ്മുടെ തലയിൽ ഷോള് കെട്ടി തന്ന് നമ്മൾ അതുപോലെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പുള്ളി ഇന്നലെ ഈ റൈഡിങ്ങിന് പോയ സമയത്ത് മണലിലൂടെ ഇങ്ങനെ പോണ സമയത്ത് മണലൊക്കെ ഇങ്ങനെ വണ്ടിയുടെ മുകളിൽ കൂടി തെറിപ്പിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു സത്യത്തിൽ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. നമ്മളുടെ എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമോ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ കൊണ്ടായിരിക്കാം ഞങ്ങൾ ചെന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് എല്ലാം നല്ലൊരു വൈബാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പൊ ഡ്രൈവർ ആയിക്കോട്ടെ, റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച്, കാരണം എല്ലാവരും ഒറ്റപ്പെട്ട് അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു ഭയങ്കര ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ബിബിൻ മേഡത്തെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിബിൻ മേഡം എപ്പോഴും എന്നെയും സിബി മേഡത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ആള് കുറെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാര്യം സിബി മേഡം പറഞ്ഞു. പക്ഷെ എടുക്കുന്ന സമയത്തും ഒരു നിമിഷം നമ്മളെ കണ്ടില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ തിരക്കും. സ്നേഹ മേഡം എന്തായാലും സിബി മേഡം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടു നടക്കും. പിന്നെ ഫോട്ടോയുടെ ഒരു ഇച്ചിരി കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സഹിക്കണത്. അപ്പോ അത് പറയുമ്പോൾ നമുക്കൊക്കെ ചിരി വരും. പിന്നെ സിബി മേഡം ഈ ബിബിൻ മേഡം കിടന്ന് എപ്പോഴും ചിരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെയൊക്കെ ചെന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ കാണാൻ ചെന്നപ്പോ അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളോട് ഞങ്ങളുടെ പ്രത്യേകം ഒരു മിനിറ്റ് കോള് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് ഗൈഡ് ഇങ്ങനെ പറഞ്ഞു, അവിടെ പൈസ വാങ്ങിക്കാനായിട്ട് പൈസ കൊടുത്ത് തുണി വാങ്ങിക്കാൻ ഇല്ലാത്ത കുറച്ച് ആളുകൾ അവിടെ കിടപ്പുണ്ട്. ആ വെള്ളത്തിലൊക്കെ കിടപ്പുണ്ടാവും, അവിടെ പിന്നെ കരയിലും ഒക്കെ കിടപ്പുണ്ടാവും. നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുക. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ദരിദ്രരായിട്ടുള്ള ആളുകളും ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് പിന്നെ നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോട്ടോ അവരെ നോക്കിയെടുക്കുന്നതായിട്ട് അവർക്ക് തോന്നരുത്, കാരണം ഇവിടെ നല്ല ശിക്ഷ കിട്ടും, പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് അപ്പൊ ഈ ഗൈഡ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനൊരു ഗൈഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്തിരി ഗൗരവമായിട്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞാൽ നല്ലൊരു ഗൈഡായിരുന്നു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് പുള്ളി വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സങ്കടമായി. ഇന്നലെ നീ വരുന്ന ആരായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇന്നലെ അതിലും രസകരമായിട്ടുള്ള നൗഷാദ് എന്ന് പറഞ്ഞൊരു ആളാണ്, പിന്നെ കണ്ണൂരുള്ളതാണ്. കണ്ണൂരാണ് മലപ്പുറത്താണ്? കണ്ണൂരുണ്ടായിരുന്നതാണ്. അപ്പൊ ആള് കുറച്ചുകൂടി രസകരമായ ഒരാളാണ്. കാരണം കാര്യങ്ങൾ എപ്പോഴും നല്ല എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മൾ ഫസ്റ്റ് ആകാൻ വേണ്ടി നമ്മളെ പുള്ളി ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി ആ സമയത്താണ് ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്കിങ്ങനെ പറയാൻ വേണ്ടി ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ഒലിവ് മരങ്ങളുടെയൊക്കെ നിക്കൽ അതൊന്നും കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഒലിവ് മരങ്ങൾ ഇങ്ങനെ ഈ രാജ്യത്തിന്റെ പുരോഗതിയും അതിന്റെ എങ്ങനെയാണ് ഈ രാജ്യം ഇത്ര സമ്പന്നമായിട്ട് നിൽക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് ഈ വഴി സൈഡിലെല്ലാം ഒലിവ് മരങ്ങൾ വെച്ചേക്കുവാണ്. ഇങ്ങനെ ശരിക്കും മതിൽക്കെട്ടാണെന്നാണ് നമുക്ക് തോന്നണം. നമ്മുടെ നമ്മുടെയൊക്കെ സ്ഥലത്തൊക്കെ മതിലല്ലേ കെട്ടി വെച്ചാൽ, ഇവിടെ അതിന് പകരം ഒലിവ് മരങ്ങൾ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ കാണേണ്ട കാഴ്ച തന്നെയാണത്. അതും ഇച്ചിരി സ്ഥലത്തൊന്നുമല്ല കേട്ടോ, നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെ അതൊന്ന്. പിന്നെ അതിനേക്കാൾ വേറെയായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏതൊരു സ്ഥലത്ത് നമ്മൾ നോക്കുന്ന സമയത്തും പ്രാവിനൊക്കെ വെള്ളം, എല്ലാ സ്ഥലത്തും വെള്ളം വെച്ചിട്ടുണ്ടാവും പ്രാവിനൊക്കെ. അത്ര ഇവിടുത്തെ രാജാവ് എത്ര ഇതായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത്. പിന്നെ എവിടെ നോക്കുന്ന സമയത്തും ഈ രാജ്യം സമ്പന്നമാക്കിയ ആ ഒരു രാജാവിന്റെ പിന്നെ പടങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതാണ്.
നമ്മൾ എങ്ങോട്ട് തിരിയണ സമയത്ത് നമുക്കതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങൾ, ഈ എൻ്റെ അമ്മയെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ ഇപ്പൊ നമ്മൾ സിനിമയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അത് നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇങ്ങനെ നിന്ന് അന്തം വിടുന്നത് ഇങ്ങനെ നോക്കി നിന്ന് പോകും. എന്താ എങ്ങോട്ട് എത്തിക്കും, നമ്മുടെ കണ്ണുപോലും എത്താത്ത കുറെ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിപ്പോ പെട്ടെന്ന് നമ്മൾ ഓരോന്നും നമ്മൾ അനുഭവിച്ച് നമുക്ക് അറിയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് കാഴ്ചകൾ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ സ്ഥലത്ത് വന്ന് നിന്നിട്ട് നിങ്ങളത് ആസ്വദിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തായിരിക്കും ഒരു വൈബ് എന്ന് ആലോചിക്കേ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നമ്മളിത് അനുഭവിക്കുന്നു എന്ന് പറയാം. പിന്നെ ഫുഡിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ ഇപ്പൊ സിബി മാഡം ബിബിൻഷാ പറഞ്ഞ പോലെ തന്നെ ഞാനും ബിബിൻഷാ മാഡം പിന്നെ സിബി മാഡം ഒക്കെ കുറെ എടുത്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ അത്യാവശ്യം ഭക്ഷണം കഴിച്ചു കേട്ടോ. കാരണം എന്റെ വീട്ടിൽ ഇപ്പൊ ഞാൻ പോകുന്ന സമയത്തും അതുപോലെ എന്റെ കൂടെയുള്ളവരൊക്കെ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് സ്നേഹ മാഡം നിങ്ങൾ സ്നേഹ മാഡം ഫുഡ് കഴിക്കാണ്ടിരിക്കുക, കാരണം ഞാൻ ഇത്തിരി ഭക്ഷണത്തിന് പുറകെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ സിബി മാഡമായി മാറി എന്നുള്ളതാണ്. സിബി മാഡം ഞാനായി മാറി എന്നുള്ളതാണ്. ഞാൻ നേരെ വേറെ ഒരാളായി. കാരണം ഞാൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നൊക്കെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ മാറ്റി. എങ്കിലും അത്യാവശ്യം ഞാൻ കുറച്ച് റൈസ് എടുക്കും, പിന്നെ അത്യാവശ്യം പച്ചക്കറികൾ എടുക്കും, പിന്നെ എല്ലാ സാധനത്തിനും ടേസ്റ്റ് അറിയാൻ വേണ്ടി എല്ലാ സാധനങ്ങളും എടുത്ത് കുറേശ്ശെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്. സിബി മാഡം പക്ഷെ ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല. രാവിലെ മുതൽ മുഖം ഇങ്ങനെ വേറെ ആയിട്ടിരിക്കും, ഒരു കുഴപ്പമില്ലാതെ. അതായത് ഇങ്ങനെ പിന്നെ ഒരു വികാരവും ഇല്ല, ഒന്നും ഇല്ലാതെ വന്ന ഫുഡിന്റെ ഞാൻ പറയുന്നത് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ സിബി മാഡത്തിന്റെ മുഖം വേറെയാകും. പിന്നെ ആ സേമിയ പായസം കാണുന്ന സമയത്താണ് സിബി മാഡത്തിന്റെ മുഖം ഒന്ന് തെളിയാന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസകരമായി ഇവരെപ്പോഴും ചിരിയാണ്. ഇവർക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ട് സിബി മാഡവും ബിബിൻഷാ മാഡം എപ്പോഴും ചിരിയാണ്. ഞാൻ അത്ര കണ്ടു. എനിക്ക് എങ്ങനെ എന്താ പറയാ, ഒരാളെ കളിയാക്കി കുറെ അധികം ചിരിക്കണമെന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ കളിയാക്കി അല്ലട്ടെ ഇവർ ചിരിക്കണത്. ഇവർക്ക് ഇങ്ങനെ എന്ത് കണ്ടാലും ചിരിയാണ് ഭയങ്കര. ഈ സിബി മാഡം എന്ന് പറഞ്ഞാൽ എന്തും എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ബിബിൻഷാ മാഡം ഇങ്ങനെ ചിരിക്കും ഭയങ്കര. പക്ഷെ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇതാകാൻ പറ്റുന്നില്ല. എനിക്ക് അത് എന്തോ ഒരു ആസ്വദിക്കും നമ്മളിങ്ങനെ കുറെയൊക്കെ കളിക്കുമ്പോൾ. ഞാൻ കുറെ കഴിയുമ്പോൾ എനിക്കൊരു ഇതാകുമ്പോൾ ഞാനിത്. പക്ഷെ ഇവര് അങ്ങനെയല്ല, ഏത് നിമിഷവും അങ്ങോട്ട് നോക്കിയ ചിരി ഇങ്ങോട്ട് നോക്കിയ ചിരി ഇങ്ങനെ. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ പിന്നെ പറയാനില്ലല്ലോ, ഒരു കാരണം കൊണ്ടിട്ടല്ലല്ലോ ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കണ്ടിട്ടായിരിക്കും ഇവര് ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലെടുത്ത് വെച്ചു. ഇവര് സംസാരിച്ചപ്പോ ആ കാര്യം പറയണം ഈ കാര്യം പറയണതൊക്കെ ഓർക്കുന്ന സമയത്ത് ഇവിടെ വന്നപ്പോ നമുക്ക് ഈ കണ്ട കാഴ്ചകളെല്ലാം ഇങ്ങനെ നമുക്ക് പറയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോ ഒരു 7 AM എന്തൊരു കാര്യം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ നമ്മൾ ഓർക്കും. ഇതിപ്പോ ഇവിടെ നമ്മൾ അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം 124 നിലയുള്ള നമ്മുടെ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി അടുത്ത. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും സമ്മാനിക്കുന്നതെന്ന് പറഞ്ഞാല് ജീവിതത്തിൽ നമ്മൾ ആരും ശരിക്കും പറഞ്ഞാല് ഇത് മിസ്സാക്കരുതെന്നുള്ളതാണ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയ. പക്ഷെ നമ്മൾ 3 പേര് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തപ്പോഴും നമ്മുടെ കൂടെയുള്ളവരൊന്നും ഇത് കാണുന്നില്ല, ആസ്വദിക്കുന്നില്ല എന്നുള്ളത് നമുക്കുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ദുഃഖമായിട്ടാണ് സത്യത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താ സ്നേഹക്ക് ഒരു സന്തോഷമില്ലാത്ത എന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. നമ്മളിപ്പോ മാഡം പറഞ്ഞൊരു മോസ്കിൽ പോയി നിൽക്കുന്ന സമയം പറഞ്ഞു, ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും ഈ ഒരു പുണ്യഭൂമിയിൽ വന്ന് നിന്നിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ഞാൻ അപ്പൊ ആ നിമിഷം ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ആ നിമിഷം എടുത്തത് ഒരു 11ാമത്തെ റാങ്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തിയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെ കൂടി ഇവിടെ കൊണ്ടുവന്ന്, നമ്മൾ പൈസ മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, കൊണ്ടുവന്ന് ഇവരെയൊക്കെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ വന്നത്. എനിക്ക് ഇങ്ങനെ ഞാൻ അപ്പൊ ആ നിമിഷം അതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, എൻ്റെ കൂട്ടുകാരുടെ കുടുംബത്തിലുള്ളവരും ഈ ഒരു മണ്ണിൽ വന്ന് ഇനിയും ഈ ഒരു ഭൂമിയിൽ ചവിട്ടാനുള്ള ഇത് അവർക്ക് പടച്ച തമ്പുരാൻ അനുഗ്രഹം കൊടുക്കണേന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ നമ്മുടെ എല്ലാവർക്കും ഫിജിക്കാട്ടിലെ നല്ലൊരു ഭാവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണേന്നുമാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഓരോ അനുഗ്രഹം ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്തതുള്ളത് ഒരു വാഗമൺ ട്രിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഒരു മലേഷ്യൻ ട്രിപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ ആരും അത് മിസ്സാക്കരുത്. നിങ്ങൾ എല്ലാവരും നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളും കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളും ഈ ലോകത്തുണ്ടെന്നുള്ളതാണ്. ഈ ദുബായിയുടെ ഈ ഒരു സമ്പത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുവാണ് എന്തൊരു, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു രാജ്യമായിരുന്നു ഈ ഇത്. ഓക്കെ സുജാ പ്രശാന്തൻ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ഈ ഗൈഡുകൾ
ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ഇപ്പൊ അതിന് എന്റെ കൂട്ടുകാരനെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയല്ല. കാരണം അവള് പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ എഴുതണ്ടേ, അപ്പൊ ഒരു ബുക്കും പേനയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ ബുക്കും പേനയും കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് അത്രക്കൊന്നും എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് ബസ്സിലിരുന്ന് എഴുതുന്ന സമയത്ത് എഴുതണതല്ല ഇതാണ് തെറ്റിപ്പോകും നമുക്ക്. അപ്പോ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് വണ്ടികൾക്കൊക്കെ. നമ്മളിരിക്കുന്ന സമയത്ത് പറന്നു പോണ പോലെ നമുക്ക് തോന്നണം. വണ്ടികളൊക്കെ ഇങ്ങനെ ഒരു സ്പീഡ് ഉണ്ട് ഇവിടെ. ആ സ്പീഡിൽ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. നിന്ന് പോയാൽ കൂട്ടടിയായിരിക്കും ഭയങ്കര. അത്രക്ക് അതാ ഭയങ്കര വിലപിടിപ്പുള്ള വണ്ടികളാണ് നമ്മൾ കാണുന്ന ഫുള്ള്. ഇവിടെ ഒരു ബൈക്കോ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബ്ലോക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 250 ബൈക്ക് നമ്മുടെ ചുറ്റിനും വന്ന് നിൽക്കും. ഇവിടെ അതല്ല, ഒരു 250 കാറ്. അത് കാറെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വിലയുള്ള കാറുകളല്ല, എല്ലാം ഇങ്ങനെ ഭയങ്കര വില കൂടിയ ഭയങ്കര വലിയ കാറുകൾ. നമ്മൾ ഇന്നലെ പോയ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ സെറ്റപ്പ് എന്നറിയാം ഇവിടുത്തെ വണ്ടികളൊക്കെ. ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ കാണാൻ നമ്മൾ എന്ത് ഭാഗ്യം ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ബോബി സാർ എന്ന് പറഞ്ഞ ഒരാള് അത്രയും വലിയൊരു മനുഷ്യന് ഇങ്ങനെ ഒരു ഫിജിക്കാട്ടെന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടത് കൊണ്ട് സത്യത്തിൽ ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒരു 3-4-5 പേര് നല്ല ഏജ്. ഒരാൾക്ക് നടക്കാൻ പോലും പാടില്ല, പക്ഷെ ആ മനുഷ്യനും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ കുറെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഏജ് കുറഞ്ഞവരുണ്ട്, മധ്യത്തിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും ആസ്വദിക്കാൻ വരാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒന്നൊരു പയ്യൻ ശരിക്കും പറഞ്ഞാൽ വന്ന് പിന്നെ നമ്മുടെ IQ അക്കാദമിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് കാല് മുറിഞ്ഞിട്ട് 3-4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് കാല് മുറിഞ്ഞത്. പക്ഷെ ആ പയ്യൻ പോലും ഇവിടെ ആ വയ്യാത്ത സ്റ്റിച്ചിട്ട കാലുമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. കാലിലൊക്കെ ഫുള്ള് നീരായി. ആ പയ്യൻ തമിഴ്നാട്ടിൽ നിന്നല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാ, ചെറുക്കനാണ്. ഷാലിന്റെ കാല് നല്ല രീതിയിൽ മുറിഞ്ഞിട്ട് സെബാസ്റ്റ്യൻ സാറ് സാറ് ചെറിയൊരു ഗോവയാണ് കേട്ടോ ഇത്, ചെറുതല്ല. നമുക്ക് സത്യത്തിൽ ഗോവ കണ്ട ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവിടെ. എന്തായാലും അത് വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ, അവർക്ക് തുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പൊ ക്ഷമിക്കുക, ഞങ്ങൾ അങ്ങോട്ടും അധികം കാര്യമായിട്ടൊന്നും നോക്കില്ല. എങ്കിലും പറ്റിയ പോലെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം എന്തായാലും. പിന്നെ നമുക്ക് പറയാനുള്ള, അപ്പൊ ആ പയ്യന്റെ കാല് മുറിഞ്ഞിട്ട് കാലിൽ ഇപ്പൊ ഫുള്ള് നീരാ. എങ്കിൽ പോലും ഒരു കാഴ്ചകളും വിടാതെ ആളിങ്ങനെ വന്നോണ്ടിരിക്കുക. ആളെ പള്ളിയിലൊക്കെ കൊണ്ടുപോയപ്പോ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. എല്ലാത്തിനും ഈ രാജ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനും സൗകര്യമുണ്ട്. നമുക്ക് വീൽ ചെയറിൽ പോകണോ, നമുക്ക് അല്ലാണ്ട് പ്രായമുള്ളവരെ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾക്ക് ആർക്കും ഇവിടെ വന്നിട്ട് ഒരു കാഴ്ചകളും കാണാതിരിക്കാൻ വേണ്ടാത്ത ആവശ്യമില്ല. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കത് കാണാതിരിക്കാൻ ആവശ്യമില്ല. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെന്താ പറയാ, പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കടലിൽ ഞാൻ പറഞ്ഞില്ലേ 7 കിലോമീറ്റർ കടലെടുത്തിട്ട് നമ്മൾ ആ സ്ഥലത്തായിട്ട് ചെല്ലുമ്പോ നമുക്ക് അവിടെ ഒരു കടൽ നികത്തി എടുത്തതായിട്ട് നമുക്ക് തോന്നിയേയില്ല. അത്രക്ക് ഫേമസ് ഒന്നല്ല, അത്രക്ക് രസകരമായ കെട്ടിടങ്ങളാണ് അവിടെ വെച്ച് ഇതാക്കിയിട്ടുള്ളത്. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ ഞാൻ കണ്ടില്ലെന്ന്, ആരും കണ്ടില്ലെന്ന്. ഓക്കെ സാറേ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും ഒരുപാട് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് വിശപ്പ് എന്താന്ന് അറിഞ്ഞിട്ടില്ല. മാഡം പറഞ്ഞ പോലെ നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. രാവിലെ റെഡി ആകുക, പിന്നെ ഭക്ഷണം കഴിക്കുക, പോവുക. പിന്നെ വെള്ളമാണെങ്കിലോ, പിന്നെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പോലെ വെള്ളമില്ല കേട്ടോ. കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ്. പക്ഷെ അത് കടൽ വെള്ളമാണ് നമുക്ക് തോന്നിയല്ല കുപ്പിയിൽ. ഞാനാണെങ്കിൽ ഈ പച്ചവെള്ളം എന്ന് പറഞ്ഞ സാധനം കുടിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് അതല്ലേ പറ്റുള്ളൂ. ഇവിടെ കുപ്പികളിലാണ് വെള്ളം കിട്ടുന്നത്. അതെപ്പോഴും ഫ്രീസിങ് ആയിരിക്കും, തണുത്ത വെള്ളമായിരിക്കും. ഞാൻ കുറച്ചൊക്കെ തണുപ്പ് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുടിക്കണത്. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ദൈവമേ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ചതാണല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആ ഒരു ടേസ്റ്റോടുകൂടി ഞാൻ കുടിക്കാൻ ശ്രമിക്കണം. പക്ഷെ നമ്മളത് കുടിക്കുന്ന സമയത്ത് ഒരു കരിക്കും വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് സത്യത്തിൽ തോന്നുന്നത്. നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഇത് കൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഒട്ടക സവാരി നടത്തിയോ? ബെല്ലി ഡാൻസ് കണ്ടോ? ആ ബെല്ലി ഡാൻസ് കണ്ടു. ഒട്ടക സവാരി പിന്നെ നമ്മുടെ ബിബിൻഷ മേഡം കയറി, ഞാൻ കയറിയില്ല. എനിക്ക് അവിടെ ഒരു ഫീലിംഗ് വന്നു. നമ്മുടെ ഈ ഒട്ടകം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആളുകളെ ഇങ്ങനെ 2 പേരെ എടുത്തിട്ട് കുറച്ചൊരു ദൂരം സഞ്ചരിപ്പിച്ചിട്ട്, അപ്പൊ ഞങ്ങൾ 3 പേരും അവിടെ ചെന്ന് ഒട്ടകത്തിന്റെ പുറത്ത് കയറാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ ഇവർ 2 പേരും, അപ്പൊ ഞാൻ ചെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് ഈ ഒട്ടകത്തിന് കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. തന്നെയുമല്ല അതിന്റെ മുട്ടിലുള്ള തഴമ്പ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത് എന്തോരം, കാരണം ഇത് ഈ മുട്ട് കുത്തിയിട്ട് ഇരുന്നിട്ടാണ് ഇതിങ്ങനെ ആകണം. വീണ്ടും പുറകോട്ട് കാല് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളേതാണ്ട് ഈ ലിഫ്റ്റ് ഇറങ്ങും പോലെ അല്ല, ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുത്തണം. അതുപോലത്തെ ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് അതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ നമ്മുടെ ബീച്ചമ്പലത്തിന് ഫോട്ടോ എടുക്കുന്ന ഒരു വിചാരമാണ്. നമുക്ക് അവിടെ ഒരു സെന്റി ആയിട്ടൊരു സംഭവം വന്നു. അപ്പൊ ഈ ഒട്ടകം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതല്ലേ ചെയ്യണമെന്ന് ഓർത്തു. അപ്പൊ ഞാൻ പുറകോട്ട് മാറി. നിങ്ങൾ 2 പേരും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും കയറാൻ ചെന്നപ്പോഴത്തേക്കും വേറെ ആൾ ഇരുന്നുകൊണ്ട് സിബി മാഡത്തിന് കയറാൻ പറ്റിയില്ല. പക്ഷെ വീണ്ടും വേണമെങ്കിൽ കയറാമായിരുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോ സിബി മാഡത്തിന് ഒരു ഫീലിംഗ് ആയി. അപ്പൊ പറഞ്ഞു വേണ്ട എന്നുള്ള ഇതില്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ആ ഒട്ടകത്തിനാണെങ്കിൽ സുഖമില്ലാണ്ട് പിന്നെ വീണ്ടും അയാൾ പുറത്തിരിക്കുന്ന സാധനമൊക്കെ എടുത്തൊന്ന് കെട്ടി. പക്ഷെ മാഡം കയറിയത്
കയറാൻ പറ്റി. പിന്നെ ഞങ്ങളൊന്ന് ഫോട്ടോയും എടുത്ത്. പക്ഷെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ആ ഒട്ടകത്തിന്റെ ഒക്കെ അവസ്ഥ ഓർത്തിട്ട്. 7 AM കൊല്ലം ദുബായിൽ നിന്ന് ഇതൊന്നും ഞാൻ കണ്ടില്ലെന്ന്. ഓക്കെ. അതൊക്കെ കാണാനുള്ള നമ്മുടെ ബോബി സാറ് നമുക്ക് നല്ല അവസരങ്ങൾ. കാരണം ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ വെറുതെ കൊണ്ടുപോയി നമ്മളൊന്ന് ദുബായിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലം കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇതിന്റെ പാക്കേജ് എന്നൊരു 1.5 പാക്കേജാ. ഇതെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകളൊക്കെ പറയും. ഇപ്പൊ മാഡത്തിന്റെ റിലേറ്റീവ് വന്നു, അവരൊക്കെ പറയുന്നത് ഇത് നല്ലൊരു എമൗണ്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം മെയിൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ നമ്മളും ആ ഒരു കാര്യത്തില് പിന്നെ ഭയങ്കര ഭാഗ്യവതികളാണ്. വെറുതെ നമ്മളെ കൊണ്ടുവന്ന് ദുബായി കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു, ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയി കൊണ്ടുവരികയല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് സമയമില്ലാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പാക്കേജാണിത്. എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ് ഫിജി കാർട്ട്. അത് നിങ്ങൾ ആരും വിട്ടുകളയാതെ, നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇതിനകത്ത് വരും. നമുക്ക് ഫിജി കാർട്ടിൽ നമുക്ക് ആരും ജോയിൻ ആകാതെ വരും. പിന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരും. നമ്മളൊന്നും ആകാതെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓർക്കുമോ ഞാനിത് എന്നാകാനാ, അല്ല എന്താകാനാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ലാട്ടാ, നമുക്കിതില് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് ഈ ഒരു അനുഗ്രഹം നമുക്ക് ദൈവം നമ്മുടെ കയ്യിൽ ഈ ഒരു കൺസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്കെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് എടുത്താൽ കിട്ടുന്ന തെളിവാണ് ഞങ്ങളൊക്കെ. കാരണം നമ്മൾ അത്രമാത്രം, നമ്മൾ സത്യത്തിൽ ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദുബായ് ഓഫർ വന്ന സമയത്ത് സത്യത്തിൽ ഒരു സീരിയസ് ആയിട്ട് കണ്ടൊരു വ്യക്തിയല്ല ഞാൻ. എന്റെ കുറച്ചൊരു 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ പോയിന്റ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒന്ന് ഓടി നോക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ വിൻഷ മാഡം, സൗമ്യ മാഡം ഒക്കെ നമ്മുടെ കൂടെ കട്ടൊക്കെ നിന്നുകൊണ്ട് നമ്മളൊന്ന് ഓടിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ നമ്മുടെ ജസീല മാഡം, നമ്മുടെ ലീഡേഴ്സും നമ്മുടെ പാർട്ട്നേഴ്സും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത സമയത്ത് നമ്മളും ഒന്ന് ഇറങ്ങി അവരോടൊപ്പം. നമ്മളും വിചാരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ മലേഷ്യ നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മൾ ഒരിക്കലും നമ്മൾ മുറിയുടെ ഉള്ളിലിരുന്ന് ചെയ്യാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത്. നമ്മുടെ ടീമിനോടൊപ്പം ഇറങ്ങി നമ്മൾ വർക്കെടുത്താൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും അതായത് നമ്മുടെ കൂടെ വന്ന പാർട്ട്ണറിനെ ചേർത്ത് പിടിച്ച് അവർ വർക്കെടുക്കുന്ന സമയത്ത് അവർക്കും അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്കും അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വർക്കെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ മലേഷ്യ ഓഫർ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും വർക്കെടുക്കുക. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾക്ക് ദൈവം തന്നതാണെങ്കിൽ ഇതിൽ വരുന്ന ഓരോ അച്ചീവ്മെന്റും നമുക്ക് നടത്താൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് വർക്കെടുക്കാനും നമ്മുടെ കൂടുതൽ വന്നവരോടൊപ്പം നിൽക്കാനും നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വർക്കെടുക്കാനും നമ്മൾ എല്ലാവരും തയ്യാറാകുക. നമുക്ക് കിട്ടുന്ന 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ശരിക്കും ഫിജി കാർട്ട് നമ്മൾ ഏറ്റെടുക്കുക, ചെയ്യുക. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ഞങ്ങൾ ഇപ്പൊ കാണുകയും അറിയുകയും ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അനുഭവിച്ചറിയുന്നത് എന്താണെന്ന് ഇവിടെ ഇരുന്ന് ഈ ഒരു 7 AM മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ഇനി ഒരു എനിക്ക് തോന്നുന്ന ഒരു 5-6 മാസത്തൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വിശേഷങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഞങ്ങൾ എന്തൊക്കെ കണ്ടിട്ടായിരിക്കും, എന്തൊക്കെ അറിഞ്ഞിട്ടായിരിക്കും, എന്തൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മലേഷ്യ എന്ന് പറഞ്ഞൊരു ഇതുണ്ടെങ്കിൽ നിങ്ങളത് കളയാതിരിക്കുക. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടം ചെറുതല്ല, ഒരുപാട് വലുതാണ്. ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് നിങ്ങൾക്ക് ആ നഷ്ടങ്ങൾ വരിക. അപ്പൊ അത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് വർക്കെടുത്ത് മുന്നോട്ട് പോയി നമ്മുടെ ഇപ്പൊ സിബി മാഡം പറഞ്ഞ പോലെ നമ്മൾ ആദ്യം വാഗമണിൽ ചെന്നിട്ട് മലേഷ്യയിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ധന്യ മാം, അതുപോലെ ആരൊക്കെ ഉള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എല്ലാവരും ഓടിച്ചു തീർക്കാണ്. എല്ലാവരും ഉണ്ട്, നമ്മുടെ രാജ് സാറുണ്ട്, സെബാസ്റ്റ്യൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ സുജ മാഡം ഉണ്ട്, ഉഷ മാഡം, എല്ലാവരും ഉണ്ട് കേട്ടോ, സൂസൻ മാഡം, എല്ലാവരും ഉണ്ട്. നമ്മുടെ ടീമിൽ എത്ര പേരുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല ഇപ്പോ. എങ്കിൽ പോലും നമ്മുടെ ടീമല്ല, നമ്മൾ ഒന്നാണ്. നമുക്ക് അവിടെ ഇവിടെയൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വർക്കെടുത്ത് ബെന്നി സാർ കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ സാറേ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ പിന്നെ ബോബി സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ബോബി സാർ അല്ലാതെ വേറെ ഒരാളാണ് നമ്മുടെ ധന്യമയുടെ മെസ്സേജ് കൊതിപ്പിച്ച് കളഞ്ഞു മലേഷ്യ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പോകണം. അപ്പോ നമ്മുടെ ബോബി സാറ് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഫിജി കാർട്ട് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ആരും വിട്ടുകളയാതെ അത് ഏറ്റെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ആ യാത്ര പോകാൻ തയ്യാറാകണം. കാരണം ഇന്ന് ഞങ്ങൾ 3 പേര് വന്നെങ്കിൽ ഒരു 300 ആളായിട്ട് നമുക്ക് മലേഷ്യ പോകാൻ സാധിക്കണം. അതിനെല്ലാവരും വർക്കെടുക്കാൻ മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജസീല മാഡം ലവ്ചിനൊക്കെ ഇട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരു റിച്ച് മോർണിംഗ്, നല്ല ദിവസമായിരിക്കട്ടെ. നിങ്ങൾ ഇപ്പോ ഈ നിമിഷം അടുത്ത നിമിഷത്തിലേക്കൊന്നും വെക്കരുത്. ഈ നിമിഷം തന്നെ നിങ്ങൾ എല്ലാവരും വർക്കെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ ഓൾ.